لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله السميع العليم من الشيطان الرجيم. وما أرسلنا من قبلك من رسول إلا نوحي إليه أنه لا إله إلا أنا فاعبدون. اللهم لولا أنت ما اهتدينا فلا تصدقنا ولا صلينا وأنزلا سكينة علينا وثبت الأقدام إلا لاقينا. ബഹുമാന്യരായ രക്ഷിതാക്കളെ, സ്നേഹമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഈ ശബ്ദത്തിന്റെ പരിസരങ്ങളിൽ നിന്ന് ഈ സംസാരത്തെ ശ്രവിക്കുന്ന നല്ലവരായ ദീനി സ്നേഹികളെ, പ്രിയങ്കരരായ ഈ നാട്ടുകാരെ, ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ മുഖറബീങ്ങളായ മലായിക്കത്തുകൾ സന്നിഹിതരാകുന്ന ഒരു ഇൽമിന്റെ സദസ്സിലാണ് നാം ഓരോരുത്തരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഇരുത്തത്തെ, സംസാരത്തെ, കേൾവിയെ നമ്മിൽ നിന്നുള്ളൊരു സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഈ ഒരു പ്രദേശത്ത് ഇങ്ങനൊരു സംസാരത്തിന് തുടക്കം കുറിച്ചത് സ്വാഭാവികമായും മനുഷ്യർ എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടുന്ന, എല്ലാ മനുഷ്യരുടെയും ഐക്യത്തിന് കാരണമാകുന്ന, തർക്കങ്ങളും വിതർക്കങ്ങളും ഒഴിവാക്കാൻ സഹായകമാകുന്ന ഒരടിസ്ഥാന വിഷയത്തെ ഊന്നി നിന്നുകൊണ്ടാണ്. ഈ ലോകത്ത് കോടാനുകോടി സൃഷ്ടിവർഗങ്ങൾ, അത് മനുഷ്യരായും മനുഷ്യരല്ലാത്ത ജിന്നുവർഗത്തിൽപ്പെട്ടവരും അതുപോലെ പറവകളും മൃഗങ്ങളും സസ്യലതാദികളും തുടങ്ങി ധാരാളക്കണക്കിന് ജീവിവർഗങ്ങൾ, അവക്കിടയിൽ എല്ലാ നിലയിലും വ്യത്യസ്തമായി നിലനിൽക്കുന്നത് മനുഷ്യരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു വചനം, വലഖദ് കറംനാ ബനി ആദം, ആദമിന്റെ സന്തതിയെ അല്ലാഹു അനുഗ്രഹിച്ചിട്ടുണ്ട് എന്ന്, അല്ലെങ്കിൽ ആദരിച്ചിട്ടുണ്ട് എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച മനുഷ്യ സൃഷ്ടി, ഈ മനുഷ്യ സൃഷ്ടി ഈ ലോകത്തേക്ക് കടന്നു വന്നത് ചില കൃത്യമായ ലക്ഷ്യങ്ങളെ മുന്നിൽ കണ്ടാണ്. കേവലം ജോലി ചെയ്യുക, പണിയെടുക്കുക, അധ്വാനിക്കുക, പണമുണ്ടാക്കുക, രസിക്കുക, രമിക്കുക, ഭോഗിക്കുക, കച്ചവടക്കാരനും കൃഷിക്കാരനും പണക്കാരനും പണിക്കാരനും രാഷ്ട്രീയക്കാരനും അങ്ങനെ തുടങ്ങി ഏതെങ്കിലുമൊക്കെ ജീവിതത്തിലെ ഒരു മേഖലകൾ കൈകാര്യം ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് ഈ ലോകത്തേക്ക് എന്നെയും നിങ്ങളെയും സൃഷ്ടിക്കപ്പെട്ടതിന്റെ പുറകിലൊരു കൃത്യമായ ലക്ഷ്യമുണ്ട്. ലോകത്ത് പല ജീവികളെയും നമ്മൾ കാണുന്നവരാണ്. പല ജീവികളും ആ ജീവികളുടെ ലക്ഷ്യത്തെ സംബന്ധിച്ച് കൃത്യമായ ധാരണയുള്ളവരാണ്. അവയോടൊട്ടി നിൽക്കുന്ന, പ്രത്യേകിച്ചും ഡൊമസ്റ്റിക് അനിമലുകൾ എന്ന് നമ്മൾ വിളിക്കുന്ന, നമ്മൾ വളർത്തുന്ന പല മൃഗങ്ങളുടെയും ജീവിതത്തെ സംബന്ധിച്ച് കൃത്യമായ ധാരണകളുള്ളവരാണ് നമ്മളൊക്കെ.
എന്നാൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന് അങ്ങനെ ഒരു കേവലം ഒരു ദുനിയാവിലെ ഈ നൈമിഷികമായ ഈ ലോകത്തൊരു ജീവിതം മാത്രമാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ തന്നെ പറയും അല്ല, ഒരിക്കലുമല്ല. ഈ ലോകത്തേക്ക് നമ്മെ സൃഷ്ടിച്ചയച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഏതൊരാളും അംഗീകരിക്കുന്ന സംഗതിയാണ്. സ്രഷ്ടാവായ, ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന, ലോകത്തിന്റെ അധിപതിയായ, ഇംഗ്ലീഷിൽ നമ്മൾ ഓൾമൈറ്റി ഗോഡ് എന്ന് പറയും, മലയാളത്തിൽ നമ്മൾ ഈശ്വരൻ, ദൈവം എന്നൊക്കെ വിളിക്കുന്ന, സർവേശ്വരൻ എന്നൊക്കെ വിളിക്കുന്നത്, അറബിയിൽ ഈ ലോകത്തെ മുഴുവനും നിയന്ത്രിച്ച് ഭരിക്കുന്ന സ്രഷ്ടാവിന്റെ പേര് അല്ലാഹു എന്നതാണ്. അറബിയിൽ അല്ലാഹു എന്ന് പറയും. നമുക്ക് പല ഭാഷയിലും നമ്മൾ പലതും പറയും. പക്ഷേ ആ ഭാഷയിലൊക്കെ പറയുന്ന ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച് നിയന്ത്രിക്കുന്നവന് അറബിയിൽ പറയുന്ന പേര് അല്ലാഹു എന്നാണ്. ഞാൻ ആ ഒരു പേരിൽ നിന്നാണ് ഈ ചർച്ച ആരംഭിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യവർഗത്തെ അതുപോലെ ജിന്ന് വർഗത്തെ ഈ ലോകത്തേക്ക് സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ അടിസ്ഥാനപരമായി ഒരു ലക്ഷ്യമേ ഉള്ളൂ. അതെന്താണ്? ഇബാദത്തുല്ലാഹി വഹ്ദഹു ലാ ശരീക ലഹ്. ഏകനായ, സർവത്തിനെയും നിയന്ത്രിക്കുന്ന, മനുഷ്യർക്ക് വെള്ളവും വെളിച്ചവും വായുവും ഭക്ഷണവും താമസ സൗകര്യങ്ങളും എല്ലാ അർത്ഥത്തിലുമുള്ള സുഖ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തവനായ, ഏകനായ, സർവത്തെയും നിയന്ത്രിക്കുന്ന ലോകത്തിന്റെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം ആരാധനകൾ സമർപ്പിക്കുക എന്നതിനു വേണ്ടിയാണ് ഈ ലോകത്തേക്ക് എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എന്താണ് ഈ ജീവിതത്തിനൊരു അടിസ്ഥാനമുള്ളത്? എന്താണ് ഈ ജീവിതത്തിന് ലക്ഷ്യമുള്ളത് എന്ന് ചോദിച്ചാൽ നമ്മൾ ഭൗതികമായി കാണുന്ന ലക്ഷ്യങ്ങളൊന്നും തന്നെ ലക്ഷ്യങ്ങളേ ഇല്ല. തിന്നുക എന്നതൊരിക്കലും ലക്ഷ്യമല്ല, കുടിക്കുക എന്നൊരു ലക്ഷ്യമല്ല, വൈവാഹിക ജീവിതം മാത്രം ഒരു ലക്ഷ്യമല്ല, മക്കൾ മാത്രമായി ജീവിക്കുക എന്നതൊരു ലക്ഷ്യമല്ല, കച്ചവടവും കൃഷിയും ഒരു ലക്ഷ്യമല്ല. അതുപോലെ ഈ കാലം പ്രത്യേകമായി ആർട്സിന്റെ, സ്പോർട്സിന്റെ ഒരു ലോകമാണ്. ഫ്ലഡ് ലൈറ്റ് മേളകളിൽ പ്രത്യേകമായി കളികൾ കാണുന്നവരും കളികളെക്കുറിച്ച് വിലയിരുത്തുന്നവരുമാണ് നമ്മൾ പലരും. എന്നാൽ കളി ഒരു ലക്ഷ്യമാണോ? അല്ല. പ്രിയമുള്ളവരെ, അടിസ്ഥാനപരമായ മനുഷ്യ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം എന്താണ്? അള്ളാഹുവിന്റെ ഖുർആൻ, അവസാനത്തെ വേദഗ്രന്ഥമായ, ലോകത്ത് 1.25 ലക്ഷത്തോളം പ്രവാചകന്മാര്, നബിമാര് അലൈഹിമുസ്സലാം അള്ളാഹു തആല നിയോഗിച്ചയച്ചു. എന്തിനെന്നറിയോ? കൃത്യമായ ലക്ഷ്യബോധത്തിലേക്ക് മാനവ ജനതയെ വഴി നയിക്കുന്നതിന് വേണ്ടി. ആ ലോകത്ത് കടന്നു വന്ന നബിമാര് മുഴുവനും ലോകരെ പഠിപ്പിച്ച അടിസ്ഥാനപരമായ വിഷയം എന്താണ്? അതിന് അറബിയിൽ പറയ തൗഹീദ് എന്ന്. തൗഹീദ് എന്താണ്? തൗഹീദ് എന്ന് പറഞ്ഞാൽ വഹദ എന്നതിൽ നിന്നാണ് അതുണ്ടായത്. അഫ്രദ എന്നതാണ് അതിന്റെ കൃത്യമായ ഒരു വിഷയം. എന്താണ് അഫ്രദ എന്ന് പറഞ്ഞാൽ? എന്താ? ഇഫ്രാദുല്ലാഹി ബിൽ ഇബാദ, ആരാധനകൾ കൊണ്ട് അള്ളാഹുവിനെ മാത്രം ഏകനാക്കുന്നതിന് വേണ്ടിയാണ് ഈ ലോകത്ത് മനുഷ്യവർഗത്തെ സൃഷ്ടിച്ചിട്ടുള്ളത്, ജിന്ന് വർഗത്തെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇത് കൃത്യമായി വിശുദ്ധ ഖുർആനിലൂടെ, അവസാനത്തെ വേദഗ്രന്ഥമായ ലാസ്റ്റ് ടെസ്റ്റമെന്റ് എന്നൊക്കെ നമ്മൾ സാധാരണഗതിയിൽ പറയുന്ന വിശുദ്ധ ഖുർആൻ, ആ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് തൊട്ടു മുമ്പ് വന്ന പ്രവാചകനാണ് ഈസ എന്ന് പറയുന്ന, യേശു ക്രിസ്തു എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഈസ അലൈഹി സ്വലാത്തു വസ്സലാം. അതിനു മുമ്പ് പിന്നീട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അവിടുന്ന് അപ്പുറത്തേക്ക് നബിമാരുടെ പിതാവായി അറിയപ്പെടുന്ന അബുൽ അംബിയ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. അവിടുന്ന് അങ്ങോട്ട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആദ്യത്തെ മനുഷ്യനും ആദ്യത്തെ പ്രവാചകനും ആദ്യത്തെ പിതാവും ആദ്യത്തെ വല്യപ്പയുമായ ആദം അലൈഹി സ്വലാത്തു വസ്സലാം. ഇവരൊക്കെ പഠിപ്പിച്ച അടിസ്ഥാന തത്വം എന്താണ്? അത് തൗഹീദാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താണ് അങ്ങനെ പറഞ്ഞാൽ? അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി വിശുദ്ധ ഖുർആനിലെ 51-ാമത്തെ അധ്യായം സൂറത്തു ദാരിയാത്ത് 56-ാമത്തെ വാചകത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ടറിയോ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുകളെയും മനുഷ്യരെയും എന്നെ ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്നാണ്. ഈ ലോകത്തേക്ക് കടന്നു വന്ന മനുഷ്യവർഗത്തിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? ഇബാദത്തുല്ലാഹി വഹ്ദഹു ലാ ശരീക ലഹ്. ഏകനായ, ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന സൃഷ്ടാവായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നതാണ്. ആരാധനയാകുന്നത് എന്തൊക്കെയുണ്ടോ അത് അള്ളാഹുവിന് മാത്രമേ നൽകാവൂ എന്നതാണ് ലോകത്തേക്ക് കടന്നു വന്ന നബിമാരോട് മുഴുവനും പഠിപ്പിച്ചത്. നോക്കൂ, നിങ്ങൾ തൗഹീദാണ്, അഥവാ അള്ളാഹുവിനെ മാത്രം ഏകനാക്കിക്കൊണ്ട് അവനെ മാത്രം ആരാധിക്കുക എന്ന അടിസ്ഥാനത്തിലാണ്
ലോകത്ത് മനുഷ്യരാശിയടക്കം സൃഷ്ടിച്ചിട്ടുള്ളത്. ഈ ആയത്തിനെ വിവരിക്കുന്നിടത്ത് മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞൊരു വാചകമുണ്ട്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിആമുറഹും ബിൽ ഇബാദ. എന്നെ മാത്രം അഥവാ അല്ലാഹുവിനെ മാത്രം ആരാധിക്കൂ എന്ന് കൽപ്പിക്കുന്നതിന് വേണ്ടിയല്ലാതെ ജിന്നുകളെയും മനുഷ്യരെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്നതാണ് ഈ ആയത്തിന്റെ ഉദ്ദേശമെന്നാണ്. പ്രിയമുള്ളവരെ, സർവ്വ സൃഷ്ടികളുടെയും സൃഷ്ടിപ്പിന്റെ പിന്നിലെ ലക്ഷ്യം തൗഹീദാകുന്നു. അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാകുന്നു അവരെയെല്ലാം അല്ലാഹു തആല പടച്ചിട്ടുള്ളത്. അവരെയെല്ലാം അല്ലാഹു പടച്ചിട്ടുള്ളത്. അതൊരാൾ ഉപേക്ഷിക്കുക എന്നത് തന്റെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യത്തെ അവഗണിക്കലാകുന്നു. വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഈ ലോകത്തേക്ക് സൃഷ്ടിക്കപ്പെട്ടതിന്റെ ലക്ഷ്യം എന്ത് എന്ന് തിരിച്ചറിയാതെ പോയതാണ് മനുഷ്യ സമുദായത്തിന്റെ സർവ്വ അസമാധാനങ്ങളുടെയും അസംതൃപ്തിയുടെയും അസ്വസ്ഥതയുടെയും എല്ലാ അർത്ഥത്തിലുമുള്ള സ്വജനപക്ഷപാതിത്വങ്ങളുടെയും വർഗീയതകളുടെയും തികഞ്ഞ ഗുണ്ടായുസത്തിന്റെയും എല്ലാ അർത്ഥത്തിലും മനുഷ്യരാശി പരസ്പരം കൊന്നൊടുക്കുന്നതിന്റെയൊക്കെ പുറകിലുള്ള അടിസ്ഥാന പ്രശ്നം സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം എന്താണെന്ന് ബോധ്യമാകാത്തതാണ്. നമ്മെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം നമ്മുടെ സൃഷ്ടാവായ ഏകനായ സർവത്തെയും നിയന്ത്രിക്കുന്ന ഏകനായ ഒരേ ഒരുവനായ അവനെ മാത്രം ആരാധിക്കുക എന്നതാണ്. നമ്മെ പടച്ചതിന് വേണ്ടിയാണ്. ആദം മുതൽക്ക് ഈ ലോകത്തേക്ക് അവസാനം ജനിക്കുന്ന കുഞ്ഞുവരെ നിലനിർത്തേണ്ടുന്ന ജീവിതത്തിൽ കൊണ്ടുവരേണ്ടുന്ന ആശയം ഇതാണ്. പ്രിയമുള്ളവരെ, ഒരാൾ ഇസ്ലാമിൽ പ്രവേശിക്കുന്നത് അവൻ തൗഹീദ് അംഗീകരിക്കുമ്പോൾ മാത്രമാണ്. അതായത് ഈ ലോകവും അതിനെ സകലതിനെയും സൃഷ്ടിച്ച് സംവിധാനിച്ച് സംരക്ഷിക്കുന്ന അള്ളാഹുവിന് മാത്രമേ ആരാധന അർപ്പിക്കാൻ പാടുള്ളൂവെന്ന് അംഗീകരിച്ചുകൊണ്ട് ഇപ്രകാരം സാക്ഷ്യം വഹിക്കുന്നവനാണ് ഒരു മുസ്ലിം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. യഥാർത്ഥ ആരാധ്യനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ലെന്നും മുഹമ്മദ് നബി അള്ളാഹുവിന്റെ റസൂലാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നതാണ്. ഒരടിമയുടെ ഒന്നാമത്തെ നിർബന്ധ ബാധ്യത ഏകനായ ലോകത്തിന്റെ സൃഷ്ടാവായ അള്ളാഹുവിനെ മാത്രം ഇബാദത്തെടുക്കലാകുന്നു. ഇത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹുവിനെ യമൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തേക്ക് ഇസ്ലാമിക മിഷണറിയുമായി ദഅവത്തുമായി പറഞ്ഞയക്കുന്നിടത്ത് പറഞ്ഞൊരു വാചകമുണ്ട്. ഇന്നക തഅതി ഖൗമൻ മിൻ അഹ്ലിൽ കിതാബ്. താങ്കൾ ചെല്ലുന്നത് വേദക്കാരായ അഹ്ലി കിതാബുകാരായ ഒരാളുകളുടെ അടുത്തേക്കാണ്. അതുകൊണ്ട് ഫദ്ഉഹും ഇലാ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ട് ആദ്യമായി താങ്കൾ അവരെ ക്ഷണിക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഐ ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ് എന്ന ആശയത്തിലേക്കാണ്. ഒരടിമയുടെ തുടക്കവും ഒടുക്കവും ജീവിതവും മുഴുവനും ഈ ഒരു കലിമത്തിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതായിരിക്കണം എന്നതാണ് ഇസ്ലാം കർക്കശമായി പഠിപ്പിക്കുന്ന ഒരു വിഷയം. നോക്കൂ, നിങ്ങൾ ജീവിതത്തിന്റെ ലക്ഷ്യം തൗഹീദാണ്. ജീവിതം തൗഹീദിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് മുന്നോട്ട് കടന്നു പോകേണ്ടത്. ഈ ജീവിതത്തിൽ ഏത് നിമിഷവും മരണം സംഭവിച്ചേക്കാം. മരിക്കുമ്പോൾ മനുഷ്യർ പറയേണ്ടുന്ന അവസാനത്തെ വാചകവും തൗഹീദാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതായത് ആദ്യത്തെയും അവസാനത്തെയും നിർബന്ധ ബാധ്യത തൗഹീദാണ് എന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു വാചകം പ്രസിദ്ധമാണ്. അതുകൊണ്ട് സൃഷ്ടിപ്പിന്റെ ലക്ഷ്യത്തെ നമ്മൾ മറന്നുപോകാതിരിക്കുക. പ്രിയമുള്ളവരെ, അള്ളാഹു കൽപ്പിച്ചതിൽ ഏറ്റവും മഹത്തായത് തൗഹീദാകുന്നു. ഞാൻ ഒന്നുകൂടി അത് ആവർത്തിക്കാം. അതായത് എന്റെയും നിങ്ങളുടെയും ആരാധനകൾ അത് അള്ളാഹുവിന് മാത്രമായി പരിമിതപ്പെടുത്തൽ. ഞാൻ നേരത്തെ ഒരു വാചകം പറഞ്ഞു, നിങ്ങൾ ഓർമ്മയിലുണ്ടാവും. ലോകത്ത് കടന്നു വന്ന നബിമാര് മുഴുവനും പറഞ്ഞുപോയ വാചകം അതാണ്. എന്ത്? വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. മുഹമ്മദ് നബിയെ, താങ്കൾക്ക് മുമ്പ് ഒരു റസൂലിനെയും നാം അയച്ചിട്ടില്ല. അവന് ഞാനല്ലാതെ ഒരാരാധ്യനുമില്ല, അതുകൊണ്ട് നിങ്ങൾ എന്നെ ആരാധിക്കൂ എന്ന് വഹി നൽകിക്കൊണ്ടല്ലാതെ. അതായത് ലം യുർസൽ നബിയ്യുൻ ഇല്ലാ ബിത്തൗഹീദ്. ഒറ്റ നബിയെയും അല്ലാഹു തആല നിയോഗിച്ചിട്ടില്ല അവരോട് തൗഹീദ് കൊണ്ട് പ്രഖ്യാപിക്കാനും കൽപ്പിക്കാനും വേണ്ടിയിട്ടല്ലാതെ. അതുകൊണ്ട് തൗഹീദ് അത് അടിസ്ഥാനപരമായ വിഷയമാണ്. അങ്ങനെ പറഞ്ഞാൽ നാം സമർപ്പിക്കുന്ന അർച്ചനകളും അർത്ഥനകളും ഉപാസനകളും ആരാധനകളും മുഴുവനും ഏകനായ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ഒരേ ഒരുവനായ, അതിന് അറബിയിൽ പറയുന്ന പേര് അള്ളാഹു എന്നാണ്, അവന് മാത്രമാകണം എന്നതാണ്. അപ്പോൾ എന്താണ് ആരാധനകൾ?
മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹി ഹറാനി അവിടുന്ന് പറഞ്ഞൊരു വാചകമുണ്ട്, ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ യുഹിബ്ബുഹു അല്ലാഹു വയർളാ മിനൽ അഖ്വാലി വൽ അഅമാലി അല്ലാഹിറതി വൽ ബാത്തിന. ഇബാദത്ത്, ആരാധന എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഇഷ്ടമുള്ളതും അള്ളാഹുവിന് തൃപ്തിയുള്ളതുമായ ആന്തരികവും ബാഹ്യവുമായ എല്ലാ വാക്കുകളെയും പ്രവർത്തികളെയും ഒരുമിപ്പിക്കുന്ന ഒരു പദമാണ്. അതാണ് പൂർവികരായ പണ്ഡിതന്മാരും പറഞ്ഞത്, അഖ്സാ ഗായത്തിൽ ഖുദൂഇ വത്തദല്ലുലി, താഴ്മയുടെയും ഭക്തി ബഹുമാനത്തിന്റെയും അങ്ങേയറ്റം. ഇത് അല്ലാഹു അല്ലാത്ത ഏത് മഹാന് സമർപ്പിച്ചാലും അത് ശിർക്കാണ്. തൗഹീദിന്റെ നേരെ വിദ്ദാണ്, എതിരാണ് ശിർക്ക് എന്ന് പറയുന്നത്. അഥവാ തൗഹീദ് എന്ന് പറഞ്ഞാൽ ആരാധന അള്ളാഹ്ക്ക് മാത്രമാകലാണെങ്കിൽ ശിർക്ക് എന്ന് പറയുന്നത് ബഹുദൈവത്വ വിശ്വാസം എന്ന് പറയുന്നത്, ബഹുദൈവാരാധന എന്ന് പറയുന്നത് ആരാധനയുടെ ഇനങ്ങളിലോ വകുപ്പുകളിലോ പെട്ട ഏതെങ്കിലും ഒരു കാര്യം അള്ളാഹു എന്ന ലോകത്തിന്റെ സൃഷ്ടാവായ ഒരേ ഒരുവനായ ജഗത്തിന്റെ കാരണക്കാരനായ സർവത്തെയും നിയന്ത്രിച്ചു നിർത്തുന്ന അവന് സമർപ്പിക്കുന്നതിന് പകരം മറ്റുള്ളവർക്ക് സമർപ്പിക്കലാണ് ശിർക്ക് എന്ന് പറയുന്നത്. അതായത് ആരാധനയുടെ ഇനങ്ങളും വകുപ്പുകളും. അപ്പോൾ എന്തൊക്കെയാണ് ആരാധന എന്ന് പറഞ്ഞാൽ? പ്രാർത്ഥന അത് ആരാധനയാണ്, നേർച്ച അത് ആരാധനയാണ്, സത്യം ചെയ്യൽ ആരാധനയാണ്, നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഉംറ, തിലാവത്തുൽ ഖുർആൻ, സ്വലാത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അയൽവാസികൾക്ക്, മനുഷ്യർക്ക്, സമൂഹങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നത് മുതൽ ഒരുപാട് ആരാധനയുടെ വകുപ്പുകളുണ്ട്. അതിൽ ഒന്നുപോലും അള്ളാഹുവിന് വേണ്ടിയല്ലാതെ അല്ലെങ്കിൽ അവന്റെ തൃപ്തിക്ക് വേണ്ടിയല്ലാതെ മറ്റൊരാൾക്ക് വേണ്ടിയും സമർപ്പിച്ചുകൂടാ. ദുആ എന്ന് പറയുന്നത്, പ്രാർത്ഥന തേട്ടം എന്ന് പറയുന്നത് അള്ളാഹുവിനോട് മാത്രമേ ആകാവൂ. അള്ളാഹുവേ എന്റെ രോഗത്തൊന്ന് ശിഫയാക്കണമേ, അള്ളാഹുവേ എനിക്ക് നീ സ്വർഗം നൽകണമേ, അള്ളാഹുവേ എന്നെ നീ നരകത്തിൽ രക്ഷപ്പെടുത്തണമേ, അള്ളാഹുവേ ഈ നാട്ടിൽ നീ സമാധാനമേകണമേ എന്ന് പറയുന്നത് തൗഹീദാണെങ്കിൽ, അള്ളാഹുവേ എന്നിടത്ത് മുഹമ്മദ് നബിയെ, ഈസാ നബിയെ, മൂസാ നബിയെ, ഇബ്രാഹിം നബിയെ, അതുപോലെ മുഹീദ്ദീൻ ശൈഖേ, മമ്പറം തങ്ങളെ, ഈ പരിസരത്ത് മറമാടപ്പെട്ട് കിടക്കുന്ന ഏതെങ്കിലും മയ്യത്തും കരയിൽ അടക്കപ്പെട്ടവരെ നിങ്ങൾ സഹായിക്കൂ, രക്ഷിക്കൂ, സ്വർഗത്തിലാക്കൂ, മാപ്പ് നൽകൂ, വെള്ളം നൽകൂ, മഴ നൽകൂ എന്ന് പറഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് ശിർക്ക് ബില്ലാഹ്. ബഹുദൈവത്വ വിശ്വാസം, ബഹുദൈവാരാധന അത് മഹാപാപമാണ്. പ്രിയമുള്ളവരെ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കൽ അടിമകളുടെ മേൽ അവന്റെ അവകാശമാണ്. മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, فإن حق الله على العباد أن يعبدوه ولا يشركوا به شيئا. അടിമകളുടെ മേലുള്ള അള്ളാഹുവിന്റെ അവകാശമാകുന്നു അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അഥവാ അവനോട് മാത്രം പ്രാർത്ഥിക്കുകയും അവന് മാത്രം നേർച്ചയർപ്പിക്കുകയും അവന് മാത്രം സത്യം ചെയ്യുകയും അവന്റെ പേരിൽ മാത്രം ബലി സമർപ്പിക്കുകയും. ആരാധന എന്ന് പറയുന്നത് മുഴുവനും ലോകത്തിന്റെ സൃഷ്ടാവായ ഏകനായ സർവത്തിന്റെയും കാരണക്കാരനായ സൃഷ്ടാവായ അള്ളാഹു എന്ന് അറബിയിൽ പറയുന്ന ആ വ്യക്തിക്ക് ശക്തിക്ക് നൽകുക എന്നത് നിർബന്ധ ബാധ്യതയാകുന്നു. അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യുക എന്നത് ഏറ്റവും സുപ്രധാനമായ അവകാശം. അർഹതപ്പെട്ടവനെ മാത്രം ആരാധിക്കുക എന്നതാണ്. ഇന്ന ലിറബ്ബിക അലൈക ഹഖ്ഖാ. നിശ്ചയമായും അള്ളാഹുവിനോട് ചില ബാധ്യതകളുണ്ട്. ആ ബാധ്യതകളിൽപ്പെട്ടതാണ് അവന് മാത്രം ഇബാദത്ത് സമർപ്പിക്കുക എന്നത്. അപ്പോൾ അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് ഇബാദത്ത് സമർപ്പിച്ചാൽ എന്താകും? അങ്ങനെ പറഞ്ഞാൽ ഒന്നും കൂടി വ്യക്തമാക്കി പറയൂ എന്നൊരു പക്ഷെ നിങ്ങളുടെ മനസ്സിലുണ്ടായെങ്കിൽ ഞാനതൊന്നും കൂടി വ്യക്തമാക്കി പറയുന്നു. ഉദാഹരണത്തിന്, അള്ളാഹുവേ എന്റെ രോഗം മാറ്റണമേ, എനിക്കൊരു സന്താനത്തെ നൽകണമേ, എന്റെ ഉമ്മയുടെ അസുഖം മാറ്റണമേ, എന്നിൽ നിന്ന് മൺമറഞ്ഞുപോയ മറമാടപ്പെട്ടുപോയ എന്റെ പിതാക്കന്മാർ, മാതാക്കൾ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, അവരുടെ ഖബർ നീ വിശാലമാക്കണമേ എന്ന് പറയുന്നതിന് പകരം ലോകത്തിന്റെ നേതാവായ അഷ്റഫുൽ ഖൽഖായ സയ്യിദുൽ മുർസലീനായ ഇമാമുൽ അംബിയ ആയ മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ തേടിയാൽ, പറഞ്ഞാൽ, ചോദിച്ചാൽ അതിന് പറയുന്ന പേരാണ് ശിർക്ക് ബില്ലാഹ്. അത് വലിയ അപകടമാണ്. ദംബുൽ അഅ്ളം, അതാണ് ദംബുൽ അഅ്ളം. അല്ലാഹുവിന്റെ ഖുർആനിൽ 4-ാമത്തെ അധ്യായം സൂറത്തുൻ നിസാ 48-ാമത്തെ ആയത്തിൽ കാണാം. എന്തായത്തെന്നറിയോ? ومن يشرك بالله فقد افترى اثما عظيما. ആര് അല്ലാഹുവോട് പങ്കു ചേർത്തുവോ
അവൻ തീർച്ചയായും ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ് ചമച്ചുണ്ടാക്കിയിരിക്കുന്നത്. അത് വലിയ പാപമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളുടെ കൂട്ടത്തിലെ പ്രബലനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ചോദിച്ചു, അയ്യു ദംബി അഅളം, റസൂലേ ഏറ്റവും വലിയ പാപം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞു, അൻ തജ്അല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, അവനാണ് നിന്നെ സൃഷ്ടിച്ചവൻ എന്നിരിക്കെ നീ അള്ളാഹുവിൽ തുല്യനെ സങ്കല്പിക്കലാണ്. അത് വലിയ ഗൗരവമാണ്. അള്ളാഹുവെ എന്ന് വിളിക്കേണ്ടടുത്ത് മുഹമ്മദ് നബിയെ എന്ന് വിളിക്കുന്നത് ഗൗരവമാണ്. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് വിളിക്കുന്നത് ഗൗരവമാണ്. മയ്യത്താങ്കരയിൽ മറമാടപ്പെട്ടവരെ എന്ന് വിളിക്കുന്നത് ഗൗരവമാണ്. ബീവിയെ, ഭാവയെ, ദേവിയെ എന്ന് വിളിക്കുന്നത് ഗൗരവമാണ്. അവിടെ അല്ലാ എന്നിടത്ത് അല്ലാ എന്ന് തന്നെ വിളിക്കാം. അത് ശിർക്കാണല്ലെങ്കിൽ ശിർക്ക് ചെയ്തവർ വഴിപഴച്ചിരിക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. നമുക്ക് ആയത്ത് എന്തറിയോ? ومن يشرك بالله فقد ضل ضلالا بعيدا, ആരല്ലാഹുവോട് പങ്കു ചേർത്തുവോ അവൻ ബഹുദൂരം പഴച്ചുപോയിരിക്കുന്നു. ഞാൻ മൂന്നാമത്തെ കാര്യം, ശിർക്ക് വലിയ അക്രമമാണ്. ലോകത്തെ ഏറ്റവും വലിയ അക്രമം ശിർക്കാണ്. ലഹരി മനുഷ്യരെ നശിപ്പിക്കുന്ന ഒന്നാണ്, തിന്മയാണ്. വ്യഭിചാരം മനുഷ്യ സമൂഹത്തിന് അപമാനമാണ്, തിന്മയാണ്. ചതി, വഞ്ചന, തട്ടിപ്പ്, വെട്ടിപ്പ്, ചൂഷണം, പിടിച്ചുപറി, പലിശ എല്ലാം തെറ്റാണ്, കുറ്റകരമാണ്, അബദ്ധമാണ്. നമുക്കറിയാം, പാടില്ലാത്തതാണ്, മനുഷ്യ സംസ്കാരത്തിന് യോജിക്കാത്തതാണ്, പൈശാചിക ഇടപെടലുകളാണ്. ഈ നടുറോട്ടിൽ നിന്ന് ഒരാളെ പരസ്യമായി തച്ചാൽ നമ്മൾ പറയും അത് വളരെ മോശമായിപ്പോയി. തെറ്റാണത്. ഒരാളെ കൊന്നാലോ അപ്പോൾ നമ്മൾ വല്ലാതെ സങ്കടപ്പെട്ടു പോകും. ഈ റോഡിന്റെ ഓരത്തുകൂടി ഒരാൾ മദ്യപിച്ച് നടന്നുപോയാൽ മാന്യന്മാരൊക്കെ പറയും എന്ത് സംഭവിച്ചു ഇയാൾക്ക്, അബദ്ധമല്ലേ അത്. ഈ ഓരത്തെവിടെയെങ്കിലും ചെറിയ മക്കൾ, കൗമാരത്തെ കീഴടക്കുന്ന ലഹരിയുടെ ലോകത്താണ് നമ്മളുള്ളത്. വല്ലാഹുൽ മുസ്തആൻ. 15, 14, 13 വയസ്സുള്ള ചെറിയ മക്കളെ പോലും ലഹരി വിഴുങ്ങുന്ന ഒരു കാലഘട്ടം. തെറ്റാണ്, കുറ്റകരമാണ്, എല്ലാവരും പറയും. എന്നാൽ എല്ലാ തെറ്റിനേക്കാളും ഏറ്റവും വലിയ തെറ്റെന്തെന്നറിയോ? എല്ലാ തെറ്റിനേക്കാളും വലിയ തെറ്റ് എന്നെ സൃഷ്ടിച്ചവൻ അവൻ മാത്രമായിരിക്കെ അവന് നൽകേണ്ട പ്രാർത്ഥനയിൽ, നേർച്ചയിൽ, വഴിപാടിൽ, അർച്ചനകളിൽ, ഉപാസനകളിൽ ഞാൻ അവന് മഹാന്മാരെന്ന് പറയുന്നവരെ പങ്കുചേർക്കലാണ്. അല്ലെങ്കിൽ ശക്തികളെ, വ്യക്തികളെ, ഏതിനെയായാലും ആ അല്ലാഹുവിൽ പങ്കുചേർക്കുന്നതാണ് ഏറ്റവും ഗുരുതരമായ തിന്മ. ഇന്ന ശിർക ലദുൽമുൻ അദീം. കാരണം ആരാധന എന്ന് പറയുന്നത് എന്നെ സൃഷ്ടിച്ചവനായ എന്റെ സൃഷ്ടാവിന് മാത്രമേ പാടുള്ളൂ, അവനോട് മാത്രമേ പാടുള്ളൂ. അത് അല്ലാഹു കൽപ്പിച്ച കാര്യമാണ്. വഖദാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹ് വബിൽ വാലിദൈനി ഇഹ്സാന. അല്ലാഹു തആല വിധിച്ചിരിക്കുന്നു തന്നെയല്ലാതെ മറ്റാരെയും നിങ്ങൾ ആരാധിക്കരുതെന്ന്. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് സുഹൃതം ചെയ്യണമെന്ന്, പുണ്യം ചെയ്യണമെന്ന് അല്ലാഹു കൽപ്പിക്കുന്നു എന്നാണ്. എത്രത്തോളം നിങ്ങൾ വിശുദ്ധ ഖുർആനിലെ 6-ാമത്തെ അധ്യായം സൂറത്ത് അൻആമിന്റെ 151-ാമത്തെ ആയത്തിൽ കാണാം, ഖുൽ തആലു, പറയുക നബിയെ നിങ്ങൾ വരൂ, അത്ലു മാ ഹറമ റബ്ബുക്കും അലൈക്കും, നിങ്ങളുടെ റബ്ബ്, ലോകത്തിന്റെ സൃഷ്ടാവ്, ഖാലിഖും മാലിക്കും റാസിഖും മുദബ്ബിറുമായവൻ, അന്നം നൽകുന്നവൻ, ഭക്ഷണം നൽകുന്നവൻ, നിയന്ത്രിച്ചു നിർത്തുന്നവൻ, അവൻ നിങ്ങളുടെ മേൽ ഹറാമാക്കിയത്, കുറ്റകരമാക്കിയത് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, പറഞ്ഞു കേൾപ്പിക്കാം. അല്ലാ തുശ്രികൂ ബിഹി ശൈആ, അവനോട് യാതൊന്നിനെയും നിങ്ങൾ പങ്കുചേർക്കരുത് എന്നാണ്. അവനോട് യാതൊന്നിനെയും നിങ്ങൾ പങ്കുചേർക്കരുതെന്നാണ്. ഇത്രയും പറയുമ്പോൾ സ്വാഭാവികമായി നമ്മൾ പഠിച്ചു വെക്കേണ്ട ലളിതമായൊരു തത്വമുണ്ട്. കാരണം ഈ സംസാരങ്ങൾക്ക് നടത്ത് മുസ്ലിമീങ്ങളും മുസ്ലിമീങ്ങളല്ലാത്ത നാനാജാതി ആളുകളും ഉണ്ടാകും. അവർ മുഴുവനും പഠിക്കേണ്ട കാര്യമാണ്. എല്ലാവരോടും സംസാരിക്കുന്നത്, പ്രത്യേകിച്ച് മുസ്ലിങ്ങളോട്. നോക്കൂ, നിങ്ങൾ ശിർക്ക് എന്ന് പറഞ്ഞാൽ, ബഹുദൈവ ആരാധന എന്ന് പറഞ്ഞാൽ ഇസ്ലാം പഠിപ്പിക്കുന്ന 2 തരമുണ്ടെന്നാണ്. ഒന്ന് ശിർക്കുൽ അക്ബർ, മറ്റൊന്ന് ശിർക്കുൽ അസ്ഗർ. വലിയ ബഹുദൈവത്വ വിശ്വാസവും ചെറിയ ബഹുദൈവത്വ വിശ്വാസവും. ഇതിൽ ശിർക്കുൽ അക്ബർ അഥവാ ബഹുദൈവ ആരാധനയിൽ വലുത്, ഇത് മൂലം മുസ്ലിമീങ്ങളിൽ പലരും അവർക്ക് വലിയ കുഫ്ർ സംഭവിക്കുകയും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി കാഫിറാവുകയും അതിൽ നിന്ന് തൗബ ചെയ്യാതെ മരിച്ചാൽ നിത്യ നരകത്തിലുമായിരിക്കുമെന്നാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ പഠിപ്പിക്കുന്നത്. അതായത് ശിർക്കിലായി ഒരാൾ മരിച്ചാൽ, അയാൾ തൗബ ചെയ്യാതെ മരിച്ചാൽ അയാൾ കാലാകാലം നരകത്തിലാണെന്നാണ്. എന്താ ഉദാഹരണം? ഞാൻ നേരത്തെ പറഞ്ഞു,
അല്ലാഹുവല്ലാത്തവരെ വിളിച്ച് തേടുക, പ്രാർത്ഥിക്കുക എന്നത് കാലാകാലം നരകത്തിലേക്ക് പോകാൻ കാരണമാകുന്ന ഒന്നാണ്. അല്ലാഹു അല്ലാത്തവരോട് ഹിദായത്തിനെ ചോദിക്കുക, അല്ലാഹു അല്ലാത്തവരോട് നരകമോചനത്തെപ്പറ്റി ചോദിക്കുക എന്നത് കാലാകാലം നരകത്തിൽ പോകേണ്ടുന്ന ഒരു കാര്യമാണ്. അല്ലാഹുൽ മുസ്തആൻ. നമ്മുടെ നാടുകളിൽ ഉമ്മത്ത് മുസ്ലിമയുടെ വീടുകളിൽ പലപ്പോഴും കൊണ്ടു നടക്കുന്ന ഒരു ചെറിയ കിതാബുണ്ട്. ആ കിതാബിന്റെ പേര് ഖുതുബിയ്യത്ത് എന്നാണ്. ഈ ഖുതുബിയ്യത്ത് എന്ന പേരിൽ മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അപദാനങ്ങൾ വാഴ്ത്തുന്നു എന്ന പേരിൽ ഉമ്മത്ത് മുസ്ലിമയെ കൊണ്ട് ശിർക്കും കുഫറും ചെയ്യിപ്പിക്കുന്ന ഒരു പദ്യശകലം. അതിനകത്ത് എഴുതി വെച്ചു പോയ ചില വരികളുണ്ട്. അതെന്താണ്? ബസ്സിർ ഫുആദി സിറാത്തൻ അൻത സാലികുഹു വല്ലാഹു അഅതാകഹു വഅൻത മാലികുഹു വനജ്ജിഹി മിൻ ലളാഫിഹാ മഹാലികുഹു സുൽത്താന കുല്ലി വലിയ്യിൻ മുഹിയ്യദ്ദീൻ. ശൈഖ് മുഹിയ്യദ്ദീനെ, ശൈഖിനെ വിളിക്കണം. അള്ളാഹിനെ വിളിച്ച് പറയേണ്ടത് ഉമ്മത്ത് മുസ്ലിമയിലെ പലരും മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനിയെ വിളിച്ചിട്ട് പറയാൻ, ശൈഖ് അവർകളെ അവിടുന്ന് പ്രവേശിച്ച ഹിദായത്തിന്റെ മാർഗത്തിലേക്ക് അവിടുന്ന് എന്നെ കൂടി പ്രവേശിപ്പിക്കണമേ. ഏത് സിറാത്തുൽ മുസ്തഖീമിലേക്ക് അല്ലാഹുവേ നീ വഴി നയിക്കണേ എന്നതാണ് നമ്മൾ സാധാരണ ചോദിക്കാറുള്ളത്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. ആ ചോദ്യത്തിന് തത്തുല്യമായ ചോദ്യം, അവിടുന്ന് ഞങ്ങളെ സിറാത്തുൽ മുസ്തഖീമിലാക്കണമേ. കാരണം സിറാത്തുൽ മുസ്തഖീമിലേക്കാക്കാനുള്ള അവകാശം അവിടത്തേക്ക് അല്ലാഹു തന്നതാണ്. വഅൻത മാലികുഹു. അവിടത്തേക്ക് അതിനുള്ള ഉടമസ്ഥാവകാശമുണ്ട്. വല്ലാഹുൽ മുസ്തആൻ. പച്ച കുഫറിന്റെ വരികളാണ് എഴുതി വെച്ചിട്ടുള്ളത് ഈ പുസ്തകത്തിൽ. അതായത് ഹിദായത്തിലാക്കേണ്ടത് ആരെന്ന് ചോദിച്ചാൽ ഉമ്മത്ത് മുസ്ലിമയുടെ അടിസ്ഥാന ഗ്രന്ഥം പഠിപ്പിക്കുന്നത് മുഹമ്മദ് നബി പഠിപ്പിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹാബത്തും താബിഈങ്ങളും തബഉ തബഈങ്ങളും പഠിപ്പിച്ചത് അല്ലാഹുവാണ് ഹിദായത്തിലാക്കുന്നവനെന്നാണ്. അല്ലാഹു അല്ലാതെ മുഹമ്മദ് നബിക്ക് പോലും ഒരാളെ ഹിദായത്തിലാക്കാൻ കഴിയില്ല. ഹിദായത്തിൽ ഇർഷാദുണ്ട്, ഹിദായത്തു തൗഫീഖിലാക്കാൻ കഴിയില്ല. എന്നാൽ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനിയോട് മുസ്ലിങ്ങളെ കൊണ്ട് ചോദിപ്പിക്കുന്നത് എന്ത്? അവിടുന്ന് ഞങ്ങളെ ഹിദായത്തു തൗഫീഖിലേക്കാക്കണമേ എന്നാണ്. ഇത്ര വലിയ കുഫറിന്റെ വരി എഴുതി വെച്ച പുസ്തകം ഉമ്മത്ത് മുസ്ലിം അറിഞ്ഞു അറിയാതെ ഈ ശിർക്കിലേക്ക് കടന്നു പോകുന്ന ഒരു മേഖലയാണ്. ഇത് ഇസ്ലാമിന്റെ മില്ലത്ത് തന്നെ പുറത്തു. ഇത് ഖുതുബിയ്യത്ത് എന്ന് പറയുന്ന മാലപ്പാട്ട് ഉമ്മത്ത് മുസ്ലിമെ കൊണ്ടുപോകുന്ന ഇസ്ലാം എന്ന് പുറത്തേക്കാണ്. രണ്ടാമത്തെ ചോദിക്കണം എന്തറിയോ? നരകത്തുനിന്ന് രക്ഷപ്പെടുത്തണേ. ഈ ലോകത്തിന്റെ മുഴുവനും കുത്തുബായ ഗൗസായ ശൈഖ് അവർകളെ അവിടുന്ന് ഞങ്ങളെ നാശകരമായ കല്ല ഇന്നഹാ ലളാ നസ്സാഅത്തൻ ലിശ്ശവാ എന്ന് പറയുന്ന തലയുടെ തൊലിയുരിച്ച് കളയുന്ന നാശകരമായ നരകാഗ്നിയിൽ നിന്ന് ശൈഖേ അവിടുന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ എന്ന് ചോദിക്കേണ്ടത് എന്താണ്? അല്ലാഹുമ്മ ഹ്ദിനി അല്ലെങ്കിൽ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നാണ് ചോദിക്കേണ്ടത്. എന്താണ്? അല്ലാഹുമ്മ ജിർനാ മിനൻ നാർ എന്നാണ്. അതിനു പകരം ശൈഖേ ഹിദായത്തിലാക്കണേ, ശൈഖേ നരകത്തിൽ നിന്ന് കാക്കണേ, ശൈഖേ സ്വർഗത്തിലാക്കണേ എന്ന പച്ച ശിർക്കിന്റെ കുഫറിന്റെ വരികൾ പാടുകയും പാടിക്കുകയും പറയിപ്പിക്കുകയും അതിനെ പിന്നെയും പിന്നെയും അരക്കിട്ടുറപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഗതികേടിലേക്ക് ഈ സമൂഹത്തെ കൊണ്ടുപോകുന്നത് എത്ര ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്നിടത്തുള്ള മുഴുവൻ ആളുകളോട് എനിക്ക് പറയുന്നത്, ഇത് വലിയ കുഫറാണ്. തൗബ ചെയ്യാതെ മരിച്ചാൽ കാലാകാലം നരകത്തിൽ പോകും. ഖുതുബിയ്യത്ത് ഓതിയിട്ട് ഒരാൾ മരിച്ചാൽ അയാൾ നരകത്തിലേക്കാന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അല്ലാഹു തആല കാക്കുമാറാകട്ടെ. ഒരുപാട് കാര്യങ്ങൾ. ഇനി രണ്ടാമത്തൊരു തരം ശിർക്കുണ്ട്. ആ ശിർക്ക് എന്താണ്? അശ്ശിർക്കുൽ അസ്ഗറാണ്. ചെറിയ ശിർക്കാണെന്ന് പറയാം. ഇതുമൂലം ഒരാൾ ഇസ്ലാമിക മില്ലത്തിൽ നിന്ന് പുറത്തു പോവില്ല. പക്ഷേ അയാൾ അതിൽപ്പെട്ട കാര്യങ്ങൾ തനിയെ സംഭവിക്കുന്നതാണ് എന്ന നിലക്കാണെങ്കിൽ ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. മഹാനായ സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമാ അവിടുത്തെ തൊട്ടുള്ള ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഹലഫ ബിഗൈരില്ലാഹ് ഫഖദ് കഫറ ഔ അശ്റക. ആരെങ്കിലും അല്ലാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്താൽ അവൻ ശിർക്ക് ചെയ്തു അല്ലെങ്കിൽ അവൻ കാഫിറായി പോയി എന്നാണ്. അതായത് നബിമാരെ കൊണ്ട് സത്യം ചെയ്താൽ, ഔലിയാക്കളെ കൊണ്ട് സത്യം ചെയ്താൽ, ജാറങ്ങളെ കൊണ്ട് സത്യം ചെയ്താൽ, മയ്യത്തുങ്ങരെ കൊണ്ട് സത്യം ചെയ്താൽ, മരങ്ങളെ കൊണ്ടും മക്കളെ കൊണ്ടും രക്ഷിതാക്കളെ കൊണ്ടും അങ്ങനെ സത്യം ചെയ്യാൻ വേണ്ടി ആളുകൾ ഉപയോഗിക്കുന്ന പലതും പാലക്കാട് ബസ് സ്റ്റാൻഡിന്റെ തൊട്ടപ്പുറത്തുള്ള മഞ്ഞക്കുളം ജാറം അതടക്കമുള്ളതിനെ കൊണ്ട് ഒരാൾ സത്യം ചെയ്താൽ മുഹമ്മദ് നബി പറയാൻ, മൻ ഹലഫ ബിഗൈരി
ബിഗൈരില്ല, ആരെങ്കിലും അല്ലാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്താൽ ഫഖദ് കഫറ, അപ്പോൾ തീർച്ചയായിട്ടും അവൻ കാഫിറായി, അല്ലെങ്കിൽ അവൻ ശിർക്ക് ചെയ്തു എന്നാണ്. ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. നമ്മുടെ നാടുകളിൽ പലതിനെ കൊണ്ട് സത്യം ചെയ്യുന്നവരെ കാണാം. ഒരിക്കലും പാടില്ല പ്രിയമുള്ളവരെ, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ സത്യം ചെയ്തുകൂടാ, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ സത്യം ചെയ്തുകൂടാണ്. എത്രത്തോളം നിറങ്ങള്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമ അവിടുന്ന് അങ്ങനെ കഅബയെ തവാഫ് ചെയ്യുകയാണ്. കഅബയെ തവാഫ് ചെയ്യുകയാണ്. ആ തവാഫ് ചെയ്യുന്ന വേളയിൽ കഅബ തവാഫ് ചെയ്യുന്ന മറ്റൊരാള് പറഞ്ഞു പോയി, ലാ വൽ കഅബ, കഅബയാണ് സത്യമെന്ന് പറഞ്ഞുപോയി. കഅബയാണ് സത്യമെന്ന് പറഞ്ഞ അയാളോട് ആ തവാഫിനിടയിൽ തന്നെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ കൈപിടിച്ചിട്ട് തിരുത്തിച്ചു, ഒരിക്കലും അങ്ങനെ പറയരുത്. പിന്നെയോ കഅബയുടെ റബ്ബാണ് സത്യമെന്നേ പറയാവൂ. കാരണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്ത്? മൻ ഹലഫ ബിഗൈരില്ലാഹി ഫഖദ് കഫറ ഔ ഇശ്റക, ആരെങ്കിലും അല്ലാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്താൽ അപ്പോൾ അവൻ കാഫിറായി, അല്ലെങ്കിൽ അവൻ ശിർക്ക് ചെയ്തു എന്ന് സയ്യിദുനാ ഖലീലുല്ലാഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് ആ സന്ദർഭത്തിൽ തന്നെ തിരുത്തുകയാണ് ആര്? മുത്തബിഉസ് സുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമാ. ഇത് നമ്മുടെ വാക്കുകളാൽ സംഭവിക്കുന്ന ശിർക്കാണ്. ഇനി കർമ്മങ്ങളാൽ സംഭവിക്കുന്ന ശിർക്ക് കാണാം. ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മൻ തഅല്ലക തമീമതൻ ഫഖദ് അശ്റക, ആരെങ്കിലും തന്റെ ശരീരത്തിൽ ഉറുക്ക് കെട്ടിയാൽ, തമീമത്ത് കെട്ടിയാൽ, അപ്പോൾ അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പല കോലത്തിലും നമ്മുടെ നാട്ടിൽ കാണാം. ഈ ഉറുക്ക് കെട്ടിയത് മൂലം പ്രശ്നങ്ങൾ താനെ മാറുകയും നന്മ വരികയും ചെയ്യാൻ, ഈ ഉറുക്ക് മൂലം പ്രശ്നങ്ങൾ മാറുകയും നന്മ വരികയും ചെയ്യാൻ അള്ളാഹുവിൽ നിന്നുള്ളൊരു സബബാണ്, അല്ലെങ്കിൽ ഒരു വസീലയാണ് എന്ന നിലക്കാണ് ഇതൊരാൾ വിശ്വസിക്കുന്നതെങ്കിൽ ഈ ശിർക്ക് ശിർക്കുൽ അസ്ഗറാണ്. എന്നാൽ ഈ ഉറുക്ക് മൂലം, ഈ കെട്ടിയത് മൂലം, ഈ നൂല് മൂലം, ഈ മയ്യത്തുംകരയിൽ നിന്ന് ജപിച്ചു കൊണ്ടുവന്നത് കഴുത്തിൽ കെട്ടിയത് മൂലം എന്റെ പ്രശ്നങ്ങൾ തനിയെ മാറുമെന്ന് ഒരാൾ വിശ്വസിച്ചാൽ അത് ഇസ്ലാമിക മില്ലത്തിൽ നിന്ന് പുറത്തു പോകുന്ന ശിർക്കുൽ അക്ബറാണ്. രണ്ടും രണ്ടായിട്ട് തന്നെ മനസ്സിലാക്കണം. ഉമ്മത്ത് മുസ്ലിമയുടെ കഴുത്തിലും കയ്യിലും വലത്തെക്കാലിലും അരയിലുമൊക്കെ ചരടുകളും നൂലുകളും ഏലസുകളും തകിടുകളും കൊണ്ട് നിറഞ്ഞൊരു കാലഘട്ടം. ഞാനൊക്കെ വിചാരിച്ചത് പണ്ടേ ഉണ്ടായിരുന്നുള്ളതാണ്. അല്ലാഹുൽ മുസ്തആൻ. ഇപ്പോൾ ഇരട്ടിയാണ്. എന്തിനത് കെട്ടുന്നു എന്ന് ചോദിച്ചാൽ പനി മാറാനാണ്. ഞാനൊരു കേരളത്തിൽ അറിയപ്പെട്ട ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എന്റെ കൂടെ വർക്ക് ചെയ്തൊരു സ്റ്റാഫ് ഒരു ദിവസം കയ്യിലുണ്ട് കെട്ടിയിരിക്കണം. ഞാൻ ചോദിച്ചത് എന്താണ്? പനി മാറാനാണ്. വർക്ക് ചെയ്യുന്നത് ഹോസ്പിറ്റലാണ്. ആലോചിക്കണം. പാരാസിറ്റമോളിന്റെ ധർമ്മം നിർവഹിക്കുന്നത് 2 രൂപയുടെ കറുത്ത നൂല് മന്ത്രിച്ചൂതിയിട്ട് 200 രൂപക്ക് വിറ്റുന്ന മറിച്ച് വിൽക്കുന്ന പുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് ഈ നൂല് വാങ്ങിയിട്ട് അരയിലും കഴുത്തിലും ചുറ്റിയാൽ അസുഖങ്ങൾ മാറുമെന്നാണ്. ശരിയാണ്, ഇസ്ലാമിൽ മന്ത്രമുണ്ട്, റുഖിയത്തു ശർഈയ്യയുണ്ട്. അത് നിർവഹിക്കേണ്ടത് സ്വയമാണ്. ഇനി അതല്ല, ഒരാൾക്ക് നിർവഹിക്കാൻ കഴിയില്ലെങ്കിൽ മറ്റൊരാൾക്ക് നിർവഹിച്ചു കൊടുക്കാം. അതൊരിക്കലും ഉഖദല്ല. പിന്നെയോ റുഖിയത്തു ശർഈയ്യ എന്ന നഫസാണ്, ഉഖദല്ല. ഇത് കുറച്ച് പഠിക്കേണ്ട വിഷയമാണ്. ചുരുക്കി ഞാൻ പറയാം. മഹാനായ അബൂ ഹാത്തിം ഉദ്ധരിക്കുന്ന റിപ്പോർട്ട് കാണാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളിൽ പ്രസിദ്ധനായ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു ഒരു വ്യക്തിയെ, മരണാസന്നനായ ഒരു വ്യക്തിയെ കാണാൻ വേണ്ടി സന്ദർശിച്ചു. ഇയാദത്തുൽ മരീദ്, രോഗസന്ദർശനമാണ്. ഉമ്മത്ത് മുസ്ലിമക്ക് പുണ്യമായ ഒരു ഇബാദത്താണ് രോഗസന്ദർശനം എന്ന് പറയുന്നത്. അത് വലിയ പുണ്യമാണ്. ആ രോഗസന്ദർശനത്തിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ രോഗിയുടെ കയ്യിലിങ്ങനെ തടവിയ സമയത്ത് ഒരു ചരട് കണ്ടു കയ്യിൽ. സ്വഹാബികളുടെ കാലത്ത് ജീവിച്ചിരിക്കുന്ന സംഭവമാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ലൗ മിത്ത വഹുവ അലൈക മാ സല്ലൈതു അലൈക. ഈ ജപിച്ചു കെട്ടി ഈ നൂലുണ്ടല്ലോ, ഈ നൂലുമായിട്ടാണ് നീ മരിക്കുന്നതെങ്കിൽ, സ്വഹാബി പറയാണ്, സ്വഹാബിയുടെ ഫഹമാണ്, സ്വഹാബി മനസ്സിലാക്കിയത് എന്താണ് നീ പഠിക്കേണ്ടത്? ഞാൻ നിനക്ക് മയ്യത്ത് നിസ്കരിക്കൂല എന്നാണ്. ഒരു സ്വഹാബി മറ്റൊരാൾക്ക് മയ്യത്ത് നിസ്കരിക്കാതിരിക്കാൻ മാത്രം കടുത്ത തെറ്റാണെന്ത്? കയ്യിൽ ചരട് കെട്ടുക, നൂല് കെട്ടുക എന്നത്, മന്ത്രിച്ചൂതി കെട്ടുക എന്നത്. പ്രിയമുള്ളവരെ, ഇസ്ലാമിൽ മന്ത്രിച്ചൂതലുണ്ട്, മന്ത്രിക്കലുണ്ട്, എന്നാൽ ഉഖദില്ല. എന്താ ഉഖദ്? മന്ത്രിച്ച് നൂലിൽ കെട്ടിയിട. ഇത് സാഹിറന്മാരുടെ പ്രവൃത്തിയാണ്. സാഹിറന്മാരെ
ഇസ്ലാമിക ഗവൺമെന്റ് ഉള്ളിടത്ത് വധിക്കണമെന്നതാണ് ഇസ്ലാമിന്റെ നിയമം. ഏത്? മന്ത്രിച്ചിട്ട് നൂലിൽ കെട്ടൽ ഇസ്ലാമിലില്ല. മന്ത്രിച്ചിട്ട് രോഗിയുടെ മേൽ നഫസ് നടത്താം, അല്ലെങ്കിൽ കയ്യിൽ ഊതിയിട്ട് ശരീരത്തിൽ തടവി കൊടുക്കാം. ഇസ്ലാമിലുള്ള നഫസ് അതാണ്. ഉഖദ് ഇസ്ലാമിലില്ല. അതാണ് നമ്മളെപ്പോഴും ഓതുന്ന, രാവിലെയും വൈകുന്നേരത്തും പല സന്ദർഭങ്ങളും നമ്മൾ ഓരോ വഖത്തിന് ശേഷം, നിസ്കാരത്തിന് ശേഷം ഓതുന്ന അദ്കാറുകളുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മുഅവ്വിദതൈൻ, അതിനകത്ത് കാണാം വമിൻ ശദ്ദിൻ നഫാസാതി ഫിൽ ഉഖദ്. അല്ലേ? കെട്ടുകളിൽ ഊതുന്ന സാഹിറന്മാരുടെ കെടുതിയിൽ നിന്ന് അല്ലാഹുവേ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്നാണ്. ഈ സാഹിറന്മാരുടെ പണി ഉസ്താദുമാരെന്ന് പറയുന്നവർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഉമ്മത്തിനോട് കാണിക്കുന്നത് മഹാവഞ്ചനയാണ്, അപകടമാണ്. അല്ലാഹു തആല കാക്കുമാറാകട്ടെ. കുറഞ്ഞ സമയത്ത് ചില കാര്യങ്ങൾ സൂചിപ്പിക്കണം, വലിയ സമയം വെക്കില്ല. പ്രിയമുള്ളവരെ, മൂന്നാമത്തൊന്ന് ശിർക്ക് വിശ്വാസങ്ങളാൽ സംഭവിക്കുന്ന ശിർക്കാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുമ അവിടുന്ന് പറഞ്ഞു, റളിയല്ലാഹു തആല അവിടുന്ന് പറഞ്ഞ വഖത്തിയറതു ശിർകുൻ അത്തിയറതു ശിർകുൻ അത്തിയറതു ശിർകുൻ. തിയറത്ത് ശിർക്കാണെന്നാണ്. എന്താണ് തിയറത്ത് എന്ന് പറഞ്ഞാൽ? ശകുനം നോക്കൽ, കണി കാണൽ, ജാതകം, നക്ഷത്രഫലം, ഇത് ശിർക്കാണ്. ആര് പറഞ്ഞു? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വമാ മിന്നാ വലാകിന്ന അല്ലാഹ യുദ്ഹിബുഹു ബിത്തവക്കുൽ. എന്നാൽ അത് അള്ളാഹുവിൽ തവക്കുൽ ചെയ്താൽ, ഭരമേൽപ്പിച്ചാൽ അള്ളാഹു നീക്കിക്കളയാതെ നമ്മിൽ ആരും തന്നെ ഇല്ലെന്നാണ്. ഈ പ്രവൃത്തിയൊക്കെ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ സർവ്വസാധാരണയാണ്. ഈ അടുത്ത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അയൽപ്പക്കത്തുള്ള ഒരു ഉമ്മണ്ട്. അവരെന്നും വീട്ടിൽ കഞ്ഞിവെള്ളം വാങ്ങാൻ വരും, പശുവിന് കഞ്ഞിവെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ നേരത്ത് ഇവർ അപ്പുറത്തിങ്ങനെ നിൽക്കുകയാണ് ഈ കഞ്ഞിവെള്ളം പിടിച്ചിട്ട്. അപ്പൊ ഉമ്മ ചോദിച്ചു, എന്താ പോണില്ലേന്ന്? അല്ല, ഓൻ പോയിക്കോട്ടെ. എന്തേ? ഇന്നെ കണ്ടിട്ടോനൊന്നും തോന്നണ്ട. ഏത്? കണി കാണും, കണി. പ്രിയമുള്ളവരെ, കണിയൽ അത് കെണിയാണ്. നമ്മുടെ ഈമാനിനെ നശിപ്പിക്കുന്ന കെണി, ഈമാനിനെ നശിപ്പിക്കുന്ന കെണി. ഒരിക്കലും ഇത്തരം പക്ഷിശാസ്ത്രം അല്ലെങ്കിൽ പക്ഷി ശകുനം നോക്കൽ, ഇത്തരം കണി കാണൽ ഇത് ഇസ്ലാമികമല്ല. വക്കുപൊട്ടിയ കലം, അതുപോലെ ചൂല്, അതുപോലെ ചില സ്ത്രീകൾ, അതുപോലെ വികലാംഗരായ വ്യക്തികളെപ്പോലും അശുദ്ധമായി കാണുന്ന ഒരു കാലഘട്ടത്തിൽ വല്ലാഹുൽ മുസ്തആൻ. ഏത്? ഒരു മനുഷ്യന്റെ ജനന മുതൽക്ക് അയാൾ വികലാംഗനാണ്. അള്ളാഹുവിന്റെ പരീക്ഷണമാണത്. അയാളെ കണ്ടാൽ എന്ത് ചൊല്ലണമെന്ന് പോലും മുഹമ്മദ് നബി പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു നിങ്ങൾക്ക് നൽകിയ നിഅമത്ത് എന്താ? അംഗവൈകല്യമില്ലാതെ ജനിച്ചതിന്റെ പേരിൽ നിങ്ങൾ അള്ളാഹുവിനെ സ്തുതിക്കണമെന്നാണ് നബി പറഞ്ഞത്. എന്നിട്ട് ആ അംഗവൈകല്യമുള്ളവനെ കാണുമ്പോ ഇപ്പൊ പോകാൻ വരട്ടെ, ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഓനോട് പോയിട്ട് പോയാൽ മതി. ഈ വിശ്വാസങ്ങളിൽ സംഭവിക്കുന്ന ശിർക്കാണ്, അബദ്ധമാണ്, തെറ്റാണ്. ഉമ്മത്ത് മുസ്ലിമയിലെ പലരും ഇപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു തനി ഇച്ഛാസംബന്ധമാണ്. നാലാമത്തെ ഒരു തരം ശിർക്ക് അവ്യക്തമായ ചെറിയ ശിർക്കാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന അഖ്വഫമ അഖാഫു അലൈക്കും അശ്ശിർകുൽ അസ്ഗർ. ഞാൻ നിങ്ങളുടെ മേൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ചെറിയ ശിർക്കാണ്. പ്രിയമുള്ളവരെ, എന്നെയും നിങ്ങളെയൊക്കെ ബാധിക്കാവുന്ന ശിർക്കാണ് അത്. ഖാലു വമശ്ശിർകുൽ അസ്ഗർ. ഏതാണ് റസൂലേ ചെറിയ ശിർക്ക്? അപ്പൊ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അരിയാ, ലോകമാന്യം, ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യൽ. അല്ലാഹു തആല കാക്കുമാറാകട്ടെ. ദിക്ർ, ആളുകളെ കാണിക്കാൻ. സ്വലാത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആളുകളെ കാണിക്കാൻ. മറ്റു ഇബാദത്തുകൾ, ആളുകളെ കാണിക്കാൻ. ഈ സന്ദർഭത്തിൽ ഒരു കാര്യം പ്രത്യേകം സൂചിപ്പിക്കാൻ, ഒരു ശേഷമുള്ള പ്രസംഗത്തിൽ അത് വന്നേക്കാം. സ്വലാത്ത് എന്ന് പറയുന്നത് ഇബാദത്താണ്. ആരുടെ പേരിൽ? അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ ഓരോ മുസ്ലിമീങ്ങളും നടത്തേണ്ടുന്ന സ്വലാത്ത് നിർബന്ധമാണ് എന്നാണ് അഹ്ലുസുന്ന പഠിപ്പിക്കുന്നത്. നിർബന്ധമാണ്. നബിയുടെ പേര് കേട്ടാലും സ്വലാത്ത് ചൊല്ലണം, അല്ലെങ്കിലും സ്വലാത്ത് ചൊല്ലണം. യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഇനി നമ്മൾ ആരും മുഹമ്മദ് നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ടില്ലെങ്കിലും അള്ളാഹു സ്വലാത്ത് ചൊല്ലുന്നു, മലായികത്തുകൾ സ്വലാത്ത് ചൊല്ലുന്നു. അബുൽ ആലി റഹ്മഹുള്ളയെ തൊട്ട് ഇമാം ബുഖാരി ഉദ്ധരിച്ച ശറഹ്, അതിന്റെ വ്യാഖ്യാനം, അതിന്റെ തഫ്സീർ, അള്ളാഹു മുഹമ്മദ് നബിയെ മലഉൽ അഅലയിൽ വെച്ച് പുകഴ്ത്തുന്നു എന്നതാണ്. അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി, ബറക്കത്തിന് വേണ്ടി, അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നതൊക്കെ വേറെയും ചില വിശദീകരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മളോട് പറഞ്ഞു സ്വലാത്ത് ചൊല്ലണം. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ മൻ സ്വല്ല അലയ്യ സ്വലാത്തൻ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റ, 10 നമുക്ക് പ്രതിഫലം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ആളുകൾക്ക് അറിയാത്തോണ്ടല്ല, പക്ഷെ ഇതിനെ കച്ചവടമാക്കി, റിയാഇന്റെ അടിസ്ഥാനത്തിലാണത്, ബിസിനസ് ആക്കി മാറ്റി.
ചിലയിടത്ത് കാണാം സ്വലാത്ത് നഗറുകൾ, സ്വലാത്ത് പെട്ടികൾ, സ്വലാത്ത് മജ്ലിസുകൾ. നിങ്ങളൊന്ന് ആലോചിക്കുക, അള്ളാന്റെ റസൂലിന്റെ കാലത്ത് എവിടെ സ്വലാത്തുണ്ട്, സ്വലാത്ത് പെട്ടിയില്ല. സ്വലാത്തുണ്ട്, സ്വലാത്ത് നഗറില്ല. സ്വലാത്തുണ്ട്, പക്ഷെ സ്വലാത്ത് ബിസിനസ് ഇല്ല. അള്ളാന്റെ റസൂലിന്റെ കാലത്ത് ഒരൊറ്റ സ്വഹാബിയും സ്വലാത്ത് കൊണ്ടൊരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടില്ല, സ്വലാത്ത് കൊണ്ടൊരു കെട്ടിടം നിർമ്മിച്ചിട്ടില്ല, സ്വലാത്ത് കൊണ്ട് മദ്രസ നടത്തിയിട്ടില്ല, സ്വലാത്ത് കൊണ്ട് സ്കൂൾ ഉണ്ടാക്കിയിട്ടില്ല, സ്വലാത്ത് കൊണ്ട് ബിസിനസ് നടത്തിയിട്ടില്ല. ആധുനിക കാലത്ത് സ്വലാത്ത് വിറ്റിട്ട് ആളുകൾ ജീവിക്കുന്നു. ഒരർത്ഥത്തിൽ മുഹമ്മദ് നബി വിറ്റിട്ടാണ് അവർ ജീവിക്കുന്നത്. വല്ലാഹുൽ മുസ്തആൻ. അങ്ങനെ തന്നെയാണ്. ഖബർ വിറ്റിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട്, മയ്യത്ത് വിറ്റിട്ട് ജീവിക്കുന്നവർ. മയ്യത്തിനെ അടിസ്ഥാനമാക്കി ഖബർ കെട്ടിപ്പൊക്കുകയും അവിടെ ഉറൂസുകളും പ്രത്യേകമായ സംവിധാനങ്ങളും ഉണ്ടാക്കുകയും അതുകൊണ്ട് കുടുംബം പുലർത്തിപ്പോരുകയും ചെയ്യുന്നവർ. പ്രിയമുള്ളവർ, ഇതൊക്കെ ഇസ്ലാമാണോ? നിങ്ങളൊന്ന് ആലോചിക്കുക, ഇതൊക്കെ ഇസ്ലാമാണോ? ഇസ്ലാമുമായി ഇതിനെന്തെങ്കിലും ബന്ധമുണ്ടോ? ഏത് സഹാബിയാണ് ഇത് ചെയ്തത്? താബികൾ ചെയ്തോ? അഇമ്മത്തുകൾ, ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാമുന മാലിക് റഹിമഹുല്ലാ, ഇമാം ഇദ്രീസ് ശാഫിഈ, നമ്മുടെ ഇമാം ശാഫിഈ, അതുപോലെ ഇമാം സുന്ന അഹ്മദ് ബിൻ ഹംബൽ, അതുപോലെ സയ്യിദന ഇമാം ലൈസ്, ഇമാം ഔസാഇ, ഇമാം സുഫിയാൻ സൗരി, ഇമാം ഹസനുൽ ബസ്രി, ഇങ്ങനെ തുടങ്ങിയ ആയിരക്കണക്കിന് അഹ്ലുസുന്നയുടെ കിബാറുകളായ അഹ്ലുസുന്നയുടെ ഇമാമികൾ. ഇവരാരെങ്കിലും ഉറൂസ് കൊണ്ടാടിയോ? ഇവരാരെങ്കിലും സ്വലാത്ത് വാർഷികം നടത്തിയോ? ഇവരാരെങ്കിലും ദിക്ർ ഹൽക്ക നടത്തിയോ? ഇവരാരെങ്കിലും ഇത്തരം കട്ടപ്പുരകൾ കെട്ടിയിട്ട് പണമുണ്ടാക്കിയോ? ഇവരാരെങ്കിലും ഇങ്ങനത്തെ ഉറുക്കും ഏലസും ചരടുമൈക്കല്ലും പള്ളിയുടെ ഏതെങ്കിലും മൂലയിരുന്നിട്ട് സ്ത്രീകൾക്ക് വേണ്ടി ജപിച്ചു കൊടുത്തുവോ? എവിടെയില്ല, എവിടെയില്ല, കാണൂല. ഇത് ശിയഇസത്തിൽ നിന്ന് കടന്നു വന്നതാണ്, സൂഫിസത്തിൽ നിന്ന് കടന്നു വന്നതാണ്, ഇസ്ലാമിനെ പൊളിക്കുന്നവരിൽ കടന്നു വന്നതാണ്. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി, ഞങ്ങൾ ദർസ് പഠിച്ചത് ഇമാം ഷാഫിയുടെ മദ്ഹബാണ്. ഈ ഉള്ളവർ ദർസ് പഠിച്ച ഷാഫി മദ്ഹബിലാണ്. ഒരുപക്ഷെ ഇവിടെ അബൂ ഹനീഫയുടെ മദ്ഹബായിരിക്കാം കൂടുതൽ ഉണ്ടാകുക. അന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു വാക്കുണ്ട്, സൂഫികൾ എന്ന് പറഞ്ഞാൽ അവർ അഹ്മക്കുകളാണ്. ഹംക്ക് നമ്മൾ കേട്ടിട്ടുണ്ടാവും, അതിനൊന്നും കൂടി ഡിഗ്രി കൂടിയതാണ് അഹ്മക്ക്, പടുജാഹിലുകൾ, പടുവിഡ്ഢികൾ എന്ന്. ആര് പറഞ്ഞു? ഇമാം ഇദ്രീസ് ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. അവരുണ്ടാക്കുന്ന, പടച്ചുവിടുന്ന, കൊണ്ടു നടക്കുന്ന ഇത്തരം സംഗതികൾ ഉമ്മത്ത് മുസ്ലിമിലേക്ക് കടന്നു വന്നതാണ് ഈ എല്ലാ നാശത്തിന്റെയും കാരണം. ഞാൻ പറഞ്ഞു വന്നത്, ഈ ശിർക്കിന്റെ, ബിദ്അത്തിന്റെ, ഹറാമിന്റെ ലോകത്തും നമ്മൾ മാറി നിൽക്കണം. കാരണം ഒരിക്കലും ശിർക്ക് ചെയ്തവന് നല്ല പര്യവസാനം ഉണ്ടാവില്ല. അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ടതും പറയേണ്ടതും തേടേണ്ടതും അർപ്പിക്കേണ്ടതുമായ കാര്യങ്ങൾ റബ്ബല്ലാത്ത ഒരാളിലേക്ക് തിരിച്ചാൽ അവന്റെ പര്യവസാനം മോശമായിരിക്കും. എത്ര ഗൗരവമെന്നറിയങ്ങള്. ശിർക്ക് ചെയ്തു പോയ ഒരാൾ, ഉദാഹരണത്തിന് അള്ളാഹുവിന് മാത്രം നൽകേണ്ടെന്ന നേർച്ച അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് നൽകിയാൽ, അള്ളാഹുവിന് മാത്രം നൽകേണ്ട ബലി, ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന സ്വലാത്തി വനുസുക്കി, എന്താണ് സഈദ് ഇബ്നു ജുബൈർ റഹ്മത്തുള്ളാഹി പറഞ്ഞത്? വനുസുക്കി എന്ന് പറഞ്ഞാൽ എന്റെ ബലീനൻ. അതാണ് അള്ളാഹു പറഞ്ഞത്, ഫസല്ലി ലിറബ്ബിക വൻഹർ, എന്റെ നിസ്കാരം, എന്റെ ബലി, അല്ലേ? അതൊക്കെ ആർക്ക്? അള്ളാഹ്ക്കുള്ളതാണ്. അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കുക, അള്ളാഹ്ക്ക് വേണ്ടി ബലി സമർപ്പിക്കുക. ഇത് മുഹീദ്ദീൻ ശൈഖിന്റെ പേരിലായാൽ, മമ്പ്രങ്ങളുടെ പേരിലായാൽ, മയ്യത്തങ്കരയിൽ മറമാടപ്പെട്ട ഏതെങ്കിലും ശൈഖ് എന്ന് പറയുന്നവരുടെ പേരിലായാൽ, അത് അള്ളാഹുവിൽ ആ ശൈഖിനെ പങ്കു ചേർക്കലാണ്. അതുവഴി അവന്റെ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഉംറ, തിലാവത്തുൽ ഖുർആൻ, ഇനി വരാനിരിക്കുന്നത് പരിശുദ്ധമായ ശഹ്റു റമളാനാണ്. ആ റമളാനിലെ 30 ദിവസത്തെ നോമ്പ് ചെയ്തുപോയ അമലുകൾ മുഴുവനും ബാത്തിലാക്കാനുള്ള ഒറ്റ പ്രവൃത്തി, അള്ളാഹുവിന് നൽകേണ്ടുന്ന നേർച്ച ബദരീങ്ങൾക്ക് നൽകിയാൽ അവന്റെ അമലുകൾ മുഴുവനും ബാത്തിലായി. ഞാൻ പറഞ്ഞതല്ല, അള്ളാഹു പറഞ്ഞതാണ്. വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. അവർ പങ്കുചേർത്തിരുന്നുവെങ്കിൽ അവർ പ്രവർത്തിച്ചിരുന്നതെല്ലാം അവരെ സംബന്ധിച്ച് നിഷ്ഫലമായി പോകുമായിരുന്നു എന്നാണ്. ഇത് മുഹമ്മദ് നബിയോട് അള്ളാഹു പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ മുഹമ്മദ് നബിയോട് അള്ളാഹു പറയുന്നുണ്ട്, വലഖദ് ഊഹിയ ഇലൈക വഇല الذين من قبلك لئن أشركت ليحبطن عملك ولتكونن من الخاسرين. ഈ ആയത്ത് പലപ്പോഴും നമ്മൾ ഓതാറുണ്ട്, ഈ ആയത്ത് പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്, ഈ ആയത്ത് പലപ്പോഴും നമ്മൾ ആലോചിക്കാറുണ്ട്. ഈ ആയത്ത് ഓതിയത് അല്ലാഹു തആല മുശ്രിക്കുകളോടല്ല. ഈ ആയത്ത് അല്ലാഹു ഓതിയത് മുശ്രിക്കുകളോടല്ല, സാദാ സീത മുസ്ലിങ്ങളോടല്ല, സാധാരണ മുഅ്മിനീങ്ങളോടല്ല, അമ്പിയാക്കളോടാണ് ഓതിയത്.
അമ്പിയാക്കളോട്, ആദൻ നബി മുതൽക്ക് മുഹമ്മദ് നബി വരെയുള്ള ലോകത്തിന്റെ നേതാക്കളോട്, സ്വർഗത്തിന്റെ വക്താക്കളോട്, അള്ളാഹുവിന്റെ ഏറ്റവും അള്ളാഹുവിലേക്ക് ഇഷ്ടപ്പെട്ട അള്ളാഹുവിന്റെ അടിയാന്മാരോടാണ് അള്ളാഹു ഓതിയത്, നബിയെ താങ്കൾക്കും താങ്കളുടെ മുമ്പുള്ള നബിമാർക്കും നാം ഇതാ വഹി നൽകുന്നു. എന്ത് താങ്കളെങ്ങാനും ശിർക്ക് ചെയ്തു പോയാൽ താങ്കളുടെ അമലുകൾ ബാത്തിലാകുന്നു. ഏതാ ശിർക്ക്? മുഹമ്മദ് നബി അള്ളാഹുവിനെ വിളിക്കുന്നതിന് പകരം യേശു ക്രിസ്തുവിനെ വിളിച്ചാൽ, മുഹമ്മദ് നബി അള്ളാഹിനെ വിളിക്കുന്നത് പകരം മൂസാ നബിയെ വിളിച്ചാൽ, മുഹമ്മദ് നബി അള്ളാഹിനെ വിളിക്കുന്നത് പകരം പിതാവായ ഇബ്രാഹിമിനെ വിളിച്ചാൽ, മുഹമ്മദ് നബി അള്ളാഹിനെ വിളിക്കുന്നത് പകരം ആ കാലഘട്ടത്തിൽ അസ്ഹാബുൽ കഹ്ഫ് എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ഔലിയാക്കളായ 18-ാമത്തെയും സൂറത്തുൽ കഹ്ഫിൽ നമ്മൾ പഠിക്കണ ഔലിയാക്കന്മാരെ വിളിച്ചാൽ, അള്ളാഹുവിനെ മുഹമ്മദ് നബി വിളിക്കുന്നത് പകരം ഈ മഹാനായ അബുൽ ബഷർ ആദം അലൈഹിസ്സലാമെ വിളിച്ചാൽ പൊളിഞ്ഞു പോകും നബി എന്നാണ്. പൊളിഞ്ഞു പോകും, നബിന്റെ തർക്കം പൊളിഞ്ഞു പോകുന്നതാണ്. ആരോടാ ഈ പറയണത് അറിയോ? മുശ്രിക്കുകളോടല്ല, അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടദാസന്മാരായ അമ്പിയാക്കളോടാണ് അള്ളാഹു ഗൗരവത്തോടു കൂടി പറയണത്. അപ്പൊ ശിർക്ക് ചെയ്താൽ നമ്മുടെ അമലുകൾ, നിസ്കാരം, സക്കാത്ത് എല്ലാം ബത്തുലായി പോകും. നമ്മളെ കൊണ്ട് ശിർക്ക് ചെയ്യിക്കുന്നതാണ് മാലപ്പാട്ടുകൾ, മൗലൂദ് പാട്ടുകൾ, അതുപോലെ തന്നെ ഒരുപാട് ഈരടികൾ. നമ്മുടെ നാട്ടിൽ ഒരുപാട് ഈരടികൾ. ഇപ്പോ ചില ആളുകൾ കാണാം മജ്ലിസുന്നൂർ എന്ന പേരിൽ, ചിലയിടത്ത് അതിന് പേര് മാറ്റി മഹ്ളറത്തുൽ ബദരി, സംഘടന മാറിയപ്പോ പേര് മാറി. ഒരു കൂട്ടർ മജ്ലിസുന്നൂർ ആണെങ്കിൽ മറ്റേ കൂട്ടർ മഹ്ളറത്തുൽ ബദരിയ. സാധനം എന്താണ്? പഴയ ബദർ ബൈത്തും ബദർ മാലയൊക്കെ തന്നെ. എന്താ വിഷയം എന്താ? അതിനകത്തുള്ള ചർച്ച എന്താ? അള്ളാഹുവിന്റെ ഇഷ്ടദാസരായിരുന്ന മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച, ബദറിൽ പങ്കെടുത്ത മഹാരഥന്മാരായ സ്വർഗത്തിന്റെ അവകാശികളായ ബദരീങ്ങൾ, ആ ബദരീങ്ങളോട് നേർക്കുനേരെ തേടുക, നേർക്കുനേരെ സഹായം ചോദിക്കുക, നേർക്കുനേരെ നേർച്ചർപ്പിക്കുക, നേർക്കുനേരെ സത്യം ചെയ്യുക. ആ ബദരീങ്ങളൊക്കെ ഇതൊക്കെ ചെയ്തതാരോടാ? അള്ളാഹുവിനോട്. എന്നാൽ ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കണതോ ബദരീങ്ങളോട്. സത്യത്തിൽ ബദരീങ്ങളുടെ മാർഗമേതാ? അള്ളാഹുവിനോട് മാത്രം. നിങ്ങളൊന്ന് അലിച്ചൊക്കെ, എനിക്ക് സമയമില്ലാത്തോണ്ടാ. ബദരീങ്ങളിൽപ്പെട്ട നമ്മൾ പറയണ 313 നബിനെ മാറ്റി നിർത്തിയാൽ ഈ 313 സ്വഹാബത്തിന്റെയും ജീവിത ചരിത്രം ഇന്ന് യൂട്യൂബിൽ, ക്ഷമിക്കണം, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഞങ്ങൾ കിട്ടും. എവിടെയാ ജനിച്ചത്, എപ്പോഴാ ഇസ്ലാം സ്വീകരിച്ചത്, എവിടെയാ മരിച്ചത്, എങ്ങനെയാ മരിച്ചതെന്ന് പോലും ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കി, ഇംഗ്ലീഷിൽ കിട്ടും, മലയാളത്തിലും കിട്ടും, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി, എല്ലാ ഭാഷയിലും കിട്ടും, ട്രാൻസ്ലേഷൻ ഉണ്ട്. അതിനകത്ത് പല സ്വഹാബികളും മാരകമായ ചില അസുഖങ്ങൾ മൂലം മരിച്ചവരുണ്ട്. അപ്പോഴാണ് നമ്മളോട് പാടുന്നത് എണ്ണം സൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദിരിങ്ങളായ ബർക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബന. ആ ബദിരിങ്ങൾ മരിച്ച ദണ്ണം സൂരിയും, വസൂരി, വബാ, ദണ്ണം, അസുഖം, പഴയൊരു ഭാഷയാണ്. അതായത് പകർച്ചവ്യാധികൾ ഏറ്റിട്ട് മരിച്ചുപോയ സ്വഹാബികളിൽപ്പെട്ട ആളുകൾ ബദരീങ്ങളിൽപ്പെട്ട ആളുകളാണ്. അവര് ചില ആളുകൾ മരിച്ചുപോയത് വസൂരി മൂലവും അതുപോലെ പ്ലേഗ് മൂലമാണ്. ആ പ്ലേഗ് മൂലം മരിച്ചുപോയ ആൾക്കാരോടാണ് ചോദിക്കണം എന്തറിയോ? ഞങ്ങൾ അസുഖം മാറ്റി തരണേ. ഇവിടെ നരിച്ചോക്കി, ലോജിക്കില്ല, പ്രമാണമില്ല, ലോജിക്കില്ല, ഒരു അസലുമില്ല. വളരെ ഗൗരവമാണ് വിഷയം. അതുകൊണ്ട് ശിർക്ക് ചെയ്താൽ സർവം ബാത്തിലായി പോകും. ഞാനൊരു ബാക്കി കൂടി പറഞ്ഞ് അവസാനിപ്പിക്കണം, നമുക്ക് മഗ്‌രിബിന്റെ സമയത്തുണ്ട്. ഏറ്റവും പ്രധാനം എന്തറിയോ? നമ്മുടെ നാട്ടിലെ പല ശിർക്കിലേക്കും അടിസ്ഥാനപരമായി കാരണമാകുന്ന വിഷയം എന്താ? അള്ളാഹുവിന്റെ റസൂലിനോട് നേർക്കുനേരെ തേടുന്നവർ, ചോദിക്കുന്നവർ, സഹായമർത്ഥിക്കുന്നവർ, അള്ളാഹുവിന്റെ റസൂലിനോട് ശഫാഅത്ത് നേർക്കുനേരെ ചോദിക്കുന്നവർ, ശഫാഅത്ത് ഹബലന ഫിൽ ഖിയാമത്തി മുശ്ഫിഖാ വഹ്ലന ഇൻളാഅ സയ്യിദി ഖൈറൻ നബി. നബിയോട് നേരെ ചോദിക്കണം. നബിയോട് നേരെ ചോദിക്കണം. സത്യത്തിൽ മുഹമ്മദ് നബിയോടാ ചോദിക്കണത് ശഫാഅത്ത് തരണേ. ചോദിക്കേണ്ടത് ആരോടാ? അള്ളാഹുവിനോടാണ്. മുഹമ്മദ് നബിയുടെ ശഫാഅത്തിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണമെന്നാണ്. അതാ നമ്മൾ ചോദിക്കണം. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തഅമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദൻ അൽ വസീലത വൽ ഫളീല വബഅത്ഹു മഖാമൻ മഹ്മൂദൻ അല്ലദി വഅത്ത എന്ന് നമ്മൾ ചോദിക്കുന്നത് അതിനു വേണ്ടിയാണ്. ഇത് നിങ്ങൾ ആലോചിച്ചോക്കിൻ. ശിർക്ക് ചെയ്ത ആളുകളെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്
മുഹമ്മദ് നബിയുടെ ശഫാഅത്തിൽ അവർ ഉൾപ്പെടൂല എന്നാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്തിൽ അവർ ഉൾപ്പെടൂല. ഔഫ് ഇബ്നു മാലിക് അശ്ശഅരി റളിയല്ലാഹു തആല അൻഹു ഇല്ലെന്ന്, എന്റെ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള റസൂൽ എന്റെ അടുക്കൽ വന്നു. എന്നിട്ട് നബി പറയാണ്, എന്റെ ഉമ്മത്തിലെ പകുതി പേരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക, ശഫാഅത്ത് എന്നീ 2 കാര്യങ്ങളിൽ ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കാൻ എന്നോട് നിർദ്ദേശിച്ചു. അപ്പൊ നബി പറയാണ്, ഞാൻ ശഫാഅത്ത് തെരഞ്ഞെടുത്തു. അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കാളിയാക്കാതെ മരണപ്പെടുന്ന എല്ലാവർക്കും ഉള്ളതായിരിക്കും അത്. ശിർക്ക് ചെയ്യാത്തവർക്കുള്ളതാകും എന്റെ ശഫാഅത്ത് എന്ന് മുഹമ്മദുൻ അശ്റഫുൽ അഅറാബി വൽ അജമീ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി പറയാണ്, എന്റെ ശഫാഅത്ത് ശിർക്ക് ചെയ്യാത്തവർക്കുള്ളതാണെന്ന്. സത്യത്തിൽ ഇവിടെ മുഹമ്മദ് നബിയോട് നേർക്കുനേരെ പ്രാർത്ഥിക്കുന്നതോടുകൂടി എന്താ സംഭവിക്കുന്നത്? ശിർക്കാണ് സംഭവിക്കുന്നത്. മുഹമ്മദ് നബിയെ ശഫാഅത്തിലാക്കണേ, അത് ശിർക്കാണ്, അത് തെറ്റാണ്, അത് കുറ്റകരമാണ്. അവർ മുഹമ്മദ് നബിയുടെ ശഫാഅത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടാൻ കാരണമാകുമെന്നാണ്. ഒരു റിപ്പോർട്ട് കൂടി കാണാം. ലികുല്ലി നബിയിൻ ദഅവ മുസ്തജാബ ഫതഅജ്ജല കുല്ലു നബിയിൻ ദഅവ. എല്ലാ നബിമാർക്കും ഉത്തരം കിട്ടുന്ന ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. എല്ലാവരും അത് ഈ ദുനിയാവിൽ തന്നെ നിർവഹിച്ചു. എന്നാൽ ഞാനോ എന്റെ ഉമ്മത്തികൾക്ക് വേണ്ടി ഞാൻ ദുആ ശഫാഅത്തിന് വേണ്ടി ഞാൻ ആഖിറത്തിലേക്ക് മാറ്റിവെച്ചു. എന്നിട്ട് നബി പറയാണ്, മൻ മാത മിൻ ഉമ്മത്തി ലാ യുശ്രികു ബില്ലാഹി ശൈആ ഇൻഷാ അല്ലാഹ്. അവരിൽ നിന്നും അല്ലാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതെ മരണപ്പെടുന്നവർക്കെല്ലാം, ശിർക്ക് ചെയ്യാത്തവർക്കെല്ലാം അത് ലഭിക്കുന്നതാണെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധരായ റസൂൽ, ആ റസൂലിന്റെ ശഫാഅത്തിൽ നിന്ന് ശിർക്ക് നമ്മളെ തടയും, അകറ്റുമെന്നാണ്. ആ ശഫാഅത്ത് കിട്ടാൻ നാം തൗഹീദുള്ളവരാകണം, ശിർക്ക് പടിയണമെന്ന്. അതായത് അള്ളാഹിനോട് മാത്രം ഇബാദത്ത് സമർപ്പിക്കുന്നവർക്കേ മുഹമ്മദ് നബിയുടെ ശഫാഅത്ത് കിട്ടൂ. ആ ഇബാദത്തിൽ ഏതെങ്കിലും ഒന്ന് മുഹമ്മദ് നബിക്കായാൽ മുഹമ്മദ് നബിയുടെ ശഫാഅത്തിൽ അകറ്റി നിർത്തപ്പെടും. അപ്പൊ നിങ്ങൾക്ക് ഇനിയും സംശയം ഉണ്ടാവും, ഏതാ മുഹമ്മദ് നബിക്ക് നമ്മൾ ഇബാദത്ത് സമർപ്പിക്കല്? മുഹമ്മദ് നബിയോട് തേടുന്നുണ്ടോ, ചോദിക്കുന്നുണ്ടോ, സഹായം തേടുന്നുണ്ടോ, നേർച്ചർപ്പിക്കുന്നുണ്ടോ, സത്യം ചെയ്യുന്നുണ്ടോ, ബലി സമർപ്പിക്കുന്നുണ്ടോ? എങ്കിൽ അത് മുഹമ്മദ് നബിക്ക് ഇബാദത്ത് ചെയ്യലാണ്. അല്ലാഹുവിൽ മുഹമ്മദ് നബിയെ ശിർക്ക് വെക്കലാണ്. വല്ലാഹുൽ മുസ്തആൻ. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം ഇബാദത്ത് സമർപ്പിച്ചവരായി, അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് എടുക്കുന്നവരായി ജീവിതത്തിന്റെ ലക്ഷ്യമതാണ് ഇബാദത്തുല്ലാഹി വഹ്ദഹു ലാ ശരീക ലഹ്. ഇതാണ് അടിസ്ഥാനം. ഇതാണ് അല്ലാഹു നമ്മളെ കൊണ്ട് 5 നേരവും പറയിപ്പിക്കുന്നത്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രം ഞങ്ങൾ ഇബാദത്ത് എടുക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. അഥവാ ഇബാദത്തും ഇസ്തിആനത്തും, ഇബാദത്താകുന്നത് മുഴുവനും അല്ലാഹുവേ പാടുള്ളൂ എന്നാണ്. ഈ തൗഹീദിന്റെ കലിമത്തുമായാണ് ലോകത്ത് നബിമാര് വന്നത്. ഈ തൗഹീദിന് വേണ്ടിയാണ് എന്നെയും നിങ്ങൾ സൃഷ്ടിച്ചത്. ഈ കലിമത്താണ് മരിക്കുമ്പോൾ നമ്മൾ പറയേണ്ടുന്ന അവസാനത്തെ വാചകം. ഈ കലിമത്താണ് ഖബറിൽ നാളെ മലായികത്തുകൾ നമ്മോട് ചോദിക്കുന്ന ഒന്നാമത്തെ വിഷയം. തൗഹീദിനെ പറ്റിയാണ്. സൃഷ്ടിച്ചത് തൗഹീദിന് വേണ്ടി, നബിമാര് വന്ന തൗഹീദിന് വേണ്ടി. എന്റെയും നിങ്ങളുടെയും മരണത്തിന്റെ അവസാന നിമിഷത്തിൽ നമ്മൾ പറയേണ്ട വാക്ക് തൗഹീദ്. നാളെ ഖബറിൽ മലായികത്തുകൾ എഴുന്നേൽപ്പിച്ചിരുത്തിയിട്ട് ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം മൻ റബ്ബുക എന്നാണ്. തൗഹീദാണ്. തൗഹീദ്, തൗഹീദ്, തൗഹീദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദിലായി ജീവിച്ച് തൗഹീദിലായി നമ്മെ മരിപ്പിക്കുമാറാവട്ടെ. നമ്മൾ പറഞ്ഞു വന്നത്, അള്ളാഹുവിന് മാത്രമേ ആരാധന സമർപ്പിക്കാവൂ. അവനല്ലാത്ത നബിമാർക്കാകട്ടെ, സുദ്ദീഖുകൾക്കാകട്ടെ, ശുഹദാക്കൾക്കാകട്ടെ, സാലിഹീങ്ങൾക്കാകട്ടെ, അവർക്കാർക്കും ഇബാദത്തിലെ ഒരംശം പോലും സമർപ്പിക്കപ്പെട്ടുകൂടാ. അങ്ങനെ സമർപ്പിച്ചാൽ അത് ശിർക്കാകും, ദുനിയാവും ആഖിറവും നഷ്ടത്തിലാകുന്ന പ്രവർത്തനമാകും, അമലുകൾ ബാത്തിലായി പോകും എന്നതൊക്കെയാണ് സൂചിപ്പിച്ചു വന്നത്. കൂടുതൽ ഒരു കാര്യം കൂടി സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തണം. അപമാനിതനും ആക്ഷേപിക്കപ്പെട്ടവനും പുറന്തള്ളപ്പെട്ടവനുമായി അവൻ തീരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. 17-ാമത്തെ അധ്യായം സൂറത്ത് ഇസ്രാഇന്റെ 22 മുതൽക്ക് അതിന്റെ 39 വരെയുള്ള ആയത്തുകളിൽ 18 മസ്അലകളാണ് ചർച്ച ചെയ്യുന്നത്. അതിന്റെ തുടക്കവും ഒടുക്കവും മാത്രമേ ഞാനിവിടെ സൂചിപ്പിക്കുന്നുള്ളൂ. അല്ലാഹു പറയാണ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
لا تجعل مع الله إلها آخر فتقعد مذموما مخذولا. അല്ലാഹുവോടൊപ്പം മറ്റൊരു ഇലാഹിനെയും നീ സ്ഥാപിക്കരുതേ, എങ്കിൽ അപമാനിതനും കൈയൊഴിക്കപ്പെട്ടവനുമായി നീ ഇരിക്കേണ്ടി വരും, അഥവാ നിന്ദിക്കപ്പെട്ടവനും നിസ്സഹായനുമായിട്ട്. സൂറത്തുൽ ഇസ്രായിലെ ഖണ്ഡിതമായ വചനങ്ങളാണ്. ആ വചനങ്ങൾ ഇങ്ങനെ അവസാനിപ്പിക്കുന്നിടത്ത് 39-ാമത്തെ ആയത്തിൽ കാണാം, വലാ തജ്അൽ മഅല്ലാഹി ഇലാഹൻ ആഖറ ഫതുൽഖാ ഫീ ജഹന്നമ മലൂമൻ മദ്ഹൂറാ. അല്ലാഹുവോടൊപ്പം മറ്റൊരു ഇലാഹിനെയും നീ സ്ഥാപിക്കരുത്, എങ്കിൽ ആക്ഷേപിക്കപ്പെട്ടവനും പുറന്തള്ളപ്പെട്ടവനുമായി നീ നരകത്തിലെറിയപ്പെടുന്നതാണ്. ശാശ്വതനും സ്ഥിരവാസിയുമായി നരകത്തിലെറിയപ്പെടാൻ കാരണമാകുന്ന മഹാതിന്മകളിൽ ഒരു തിന്മയാണ് അള്ളാഹുവോടല്ലാതെ ഇബാദത്തിന്റെ ഇനങ്ങളിലോ വകുപ്പുകളിലോ ഏതെങ്കിലും ഒന്ന് സമർപ്പിക്കലെന്ന് നാശകരമാണ്. മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഖാല അല്ലാഹു തബാറക വതആല, അല്ലാഹു തആല പറയുന്നതായി, അന അഗ്ന ശുറകാഇ അനിശ് ശിർക്ക് മൻ അമില അമലൻ അശ്റക ഫീഹി മഈ ഗൈരി തറക്തുഹു വശിർകഹു. ഞാൻ പങ്കാളികളുടെ പങ്കു ചേർക്കലിൽ നിന്നെല്ലാം അതീതമായ മഹത്വമുള്ളവനാകുന്നു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പങ്കുചേർക്കുന്നവരുടെ പങ്കാളിത്തങ്ങളിൽ നിന്നെല്ലാം അതീതമായ മഹത്വമുള്ളവനാകുന്നു. ആരെങ്കിലും ഒരു കർമ്മം അനുഷ്ഠിച്ചിട്ട്, ഒരു അമല ചെയ്തിട്ട് അതിലെൻ്റെ കൂടെ മറ്റുള്ളവരെ പങ്കു ചേർത്താൽ, ഒരാൾ സ്വലാത്ത് ചൊല്ലി മറ്റുള്ളവർ കാണാൻ, ഒരാൾ ദിക്ർ അനുഷ്ഠിച്ചു മറ്റുള്ളവരത് കേൾക്കാനും അറിയാനും, അമലിൽ മറ്റൊരാൾ പങ്കു ചേർത്താൽ അവനെയും അവൻ്റെ ശിർക്കിനെയും ഞാൻ കൈവടിഞ്ഞിരിക്കുന്നു എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടു കൂടി പഠിക്കേണ്ട കാര്യമാണ്. ബദരീങ്ങളെ മുഹീദ്ദീൻ ശൈഖേ എന്ന് വിളിച്ചവനെയും അവൻ്റെ ശിർക്കിനെയും ഞാൻ കൈവടിഞ്ഞിരിക്കുന്നു എന്നാണ്. അതെന്താണ് അങ്ങനെ? ബദരീങ്ങളെ വിളിച്ചു തേടിയതിലൂടെ, ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിയെ വിളിച്ചു തേടിയതിലൂടെ, മറമാടപ്പെട്ട ഖബറുകളിൽ മറമാടപ്പെട്ട മഹാന്മാരെന്ന് പറയുന്ന ആളുകളെ വിളിച്ചു തേടിയതിലൂടെ, അവരുടെ ഈ ഇബാദത്തുകളിലൂടെ ബദരീങ്ങളെ പങ്കാളിയാക്കിയതിനെ ഞാൻ കൈവടിഞ്ഞിരിക്കുന്നു. ഇബാദത്ത് അല്ലാഹുവിനുള്ളതാണ്, പ്രാർത്ഥന അല്ലാഹുള്ളതാണ്, നേർച്ച അല്ലാഹുള്ളതാണ്, ബലി അല്ലാഹുള്ളതാണ്, സത്യം ചെയ്യൽ അല്ലാഹുള്ളതാണ്. ഇതിലേതെങ്കിലും ഒന്നിൽ മറമാടപ്പെട്ട ഖബറാളിയെ പങ്കുചേർത്താൽ അവനാ പങ്കുചേർത്തതിനെയും അവനെയും ഞാൻ കൈവടിഞ്ഞിരിക്കുന്നു എന്ന് അല്ലാഹു പറയുന്നതായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് റബ്ബുൽ ഇസ്സത്ത് നബിയോട് കൊണ്ട് പറയിപ്പിച്ചത്, ഖുൽ ഇന്നമാ ഉമിർതു അൻ അഅ്ബുദല്ലാഹ വലാ ഉശ്രിക ബി. പറയുക നബിയെ, അല്ലാഹുവെയാണ് ഞാൻ ആരാധിക്കണമെന്നും അവനോട് ഞാൻ പങ്കുചേർക്കരുതെന്നും എന്നോട് അല്ലാഹു എന്നും മാത്രമാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. നോക്കട്ടെ, നിങ്ങൾ അല്ലാഹുവിൽ ഒന്നിനെയും പങ്കുചേർക്കരുതെന്ന് മുഹമ്മദ് നബിയോട് അല്ലാഹു കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണക്കാരും നിസ്സാരന്മാരും നിരവധി തെറ്റുകൾ ജീവിതത്തിൽ തുടർന്നു പോരുന്നവരുമായ എന്നെയും നിങ്ങളെയും സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനോടാകട്ടെ സമർപ്പിക്കേണ്ടത്. അതിലൊരിടത്ത് പോലും മഹാരഥന്മാരെ കൊണ്ടുവന്നുകൂടാ. അങ്ങനെ കൊണ്ടുവരുന്ന രീതി മക്കത്തെ മുശ്രിക്കുകളുടെ രീതിയാണ്. ലോകത്ത് ഇടയിൽ ആളെ തിരികിയിട്ട് അള്ളാഹിനോട് കാര്യം പറയുന്ന രീതി മുശ്രിക്കുകളുടെ രീതിയാണ്, മുവഹിദുകളുടെ രീതിയല്ല. ഇടയിൽ ആളെ കൊണ്ടുവന്നിട്ട് അള്ളാഹിനോട് പറയുന്ന രീതി അത് മുശ്രിക്കുകളുടെ രീതിയാണ്, മക്കത്തെ മുശ്രിക്കുകൾ സ്വീകരിച്ച രീതിയാണ്. കാരണം എന്തറിയോ? മക്ക മുശ്രിക്കുകൾക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് എന്ന സിഫത്തിനെ നിഷേധിച്ചവരാണ് അവർ. അവരെ കണ്ണിൽ അള്ളാഹു എന്ന് പറഞ്ഞാൽ ഉഗ്രകോപിയായ, ദേഷ്യപ്പെടുന്ന, കോപിക്കുന്ന, ശപിക്കുന്ന ഒരാളായിട്ടാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, റഹ്മാനാണ്, റഹീമാണ്, ഗഫൂറാണ്, വദൂദാണ്. അള്ളാഹിന്റെ നാമങ്ങളൊക്കെ സ്നേഹത്തെയാണ് വല്ലാതെ ഉദ്ഘോഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ മക്ക മുശ്രിക്കുകൾ മുഹമ്മദ് നബിയുമായി നടത്തിയ സുൽഹുൽ ഹുദൈബിയ സന്ധിയിൽ പിന്നീട് ഇസ്ലാമിലേക്ക് വന്ന സ്വഹാബി സുഹൈബ് റളിയല്ലാഹു തആല അൻഹു,
അല്ലെങ്കിൽ സുഹൈൽ റളിയല്ലാഹു തആല അൻഹു അപ്പുറത്തുനിന്ന് നബിയോട് ഇങ്ങനെ വെട്ടാൻ പറഞ്ഞു ഓരോന്നും. റഹ്മാൻ എന്തായി റഹ്മാൻ, റഹീം എന്തായി റഹീം ഒക്കെ വെട്ടാൻ പറഞ്ഞു. കാരണം അവരുടെ കണ്ണിൽ അള്ളാഹു എന്നത് ഉഗ്രകോപിയായ ഒന്നാണ്. ഒരു പാപിയായ സാധാരണക്കാരനായ എനിക്ക് നേർക്ക് നേരെ അള്ളാഹുവിലേക്ക് ചെല്ലാൻ പറ്റില്ല. അതുകൊണ്ട് റബ്ബിലേക്ക് തഖറുബായ അടുത്ത മഹാരഥന്മാരെ ഇടയിൽ നിർത്തിയിട്ട് വേണം എനിക്ക് എന്റെ റബ്ബിലേക്ക് കയറിപ്പോകാൻ. ഈ വിശ്വാസം മക്കത്തെ മുശ്രിക്കിന്റെ വിശ്വാസമാണ്, മുസ്ലിമേ നമ്മുടെ വിശ്വാസമല്ല. എവിടുന്ന് കിട്ടിയത്? ബദരീങ്ങൾ വേണം ഇടയില്, മമ്പർന്നങ്ങൾ വേണം ഇടയില്, മഹാത്മാക്കൾ വേണം ഇടയിൽ അള്ളാഹിനോട് കാര്യം പറയാൻ. അല്ലെങ്കിൽ ട്രാൻസ്ഫോമറാണ് അടിച്ചു പോകും എന്നൊക്കെയുള്ള പൊട്ടത്തരങ്ങൾ ലോകരോട് പറയാൻ മാത്രം ഈ ജഹല് എവിടെ നിന്ന് വന്നതാ? മക്ക മുശ്രിക്കുകളുടെ വാദമാണത്, ഒരിക്കലും മുസ്ലിമിന്റെ വാദമല്ല. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരുടെ ഏത് തിന്മയും മാപ്പാക്കുന്നവനും പൊറുക്കുന്നവനുമാണ്. റബ്ബ് എത്ര സ്ഥലത്താ പറഞ്ഞ്? ഒരിടത്ത് പറഞ്ഞതാ ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. ഈ ആയത്തിനെ വിവരിക്കുന്നിടത്ത് കാണാം കുഫ്ർ, ശിർക്ക്, മാസിയത്തുകൾ, ഏതൊക്കെ തെറ്റ് ചെയ്തു പോയവരായ അടിയാന്മാരുണ്ടെങ്കിലും പറഞ്ഞു കൊടുക്കുക നബിയെ. യാ ഇബാദി, കള്ളുകുടിയാ, പെണ്ണുപിടിയാ, മോഷ്ടാവേ, തട്ടിപ്പുകാരാ, പിടിച്ചു പറിക്കാരാന്നല്ല. നമ്മുടെ പള്ളിയിൽ നിന്ന് ഉസ്താദ് പണം മോഷ്ടിച്ചു, അല്ലെങ്കിൽ നമ്മുടെ പള്ളി കമ്മിറ്റിക്കാരൻ ഒരാള് തട്ടിപ്പ് നടത്തി. അങ്ങനെ ധാരാളം തട്ടിപ്പ് പല പള്ളിയിൽ നടക്കുന്നുണ്ട്. സ്വലാത്തിന്റെ മറവിൽ തട്ടിപ്പ്, ദിക്റിന്റെ മറവിൽ തട്ടിപ്പ്, അതുപോലെ മാസാന്ത സ്വലാത്തിന്റെ പേരിൽ തട്ടിപ്പ്, പല പൈസക്കും കണക്കില്ല, വരവില്ല. അവസാന ആളുകൾ പിടിച്ചു, പോലീസ് കേസായി. ആളെ കാണുമ്പോ മനുഷ്യന്മാര് പറയും കേട്ടോ സ്വലാത്ത് മുക്കിയതാ, സ്വലാത്ത് പെട്ടിയത് കൈയിട്ട് മാന്തിയവനാ, ആൾക്കാർ പറയും. പക്ഷെ അള്ളാഹു വിളിച്ചെന്തറിയോ? യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. യാ ഇബാദീന, കള്ള, കരിങ്കള്ള, പെരുങ്കള്ള, അല്ലെങ്കിൽ മോഷ്ടാവേ, പിടിച്ചു പറിക്കാരാ, തമ്മാടി, വ്യഭിചാരി എന്നല്ല അല്ലാഹു വിളിച്ചത്, യാ ഇബാദി എന്നാണ്. പിന്നെ എങ്ങനെ പറയാമുള്ളവരെ? എന്നിൽ തെറ്റു വന്നാൽ ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രം പറയാതെ ആ റബ്ബിനോട് പറയാൻ പിന്നെ അതിനിടയിൽ ആടത്തിരിക്കണത് എന്തിനാ? അതിനിടയിൽ ഒരാളെ കൊണ്ടുവരുന്നത് എന്തിനാ? എന്റെ തിന്മകൾ ഞാൻ മുഹമ്മദ് നബിയോട് പറഞ്ഞു, മുഹമ്മദ് നബി അള്ളാഹിനോട് പറയുമെന്നത് ഏതടിസ്ഥാനത്തിലാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അത്തരം ചില സന്ദർഭങ്ങളുണ്ട്. അതിന്റെ തഫ്സീറിലേക്ക് ഞാൻ ഇപ്പൊ കടന്നു പോകുന്നില്ല. പക്ഷെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ നാട്ടിലുള്ള മാലപ്പാട്ടുകളിലും മൗലിദീരടികളിലും നേർച്ചപ്പാട്ടുകൾ എന്ന് പറയുന്നവയിലും മുഴുവനുമുള്ളത് റബ്ബിലേക്ക് അടുക്കാൻ ഇടയിൽ ഒരാളെ തിരികുന്ന ഏർപ്പാടാണ്. അത് മക്ക മുശ്രിക്കിന്റെ വിശ്വാസമാണ്. മുവഹിദികളെ, മുസ്ലിമീങ്ങളെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസമല്ല. അല്ലാഹു തആല കാക്കുമാറാകട്ടെ. പലതരം ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഒരു ഇബാദത്താണ് നേർച്ച. ഞാനൊരു പോയിന്റ് മാത്രം പറയാം, നേരത്തെ വിട്ടുപോയത്. ഈ നേർച്ച റബ്ബല്ലാത്തവർക്ക് സമർപ്പിക്കുന്നവർ അവർ അല്ലാഹുവിൽ മഹത്തുക്കളെ പങ്കുചേർക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, എത്രത്തോളം ഗൗരവമുള്ള കാര്യമാണ്. ഇന്ന് നമ്മുടെ നാടുകളിൽ ഔലിയാക്കളായി പറയപ്പെടുന്നവരുടെ പേരിലാണ് കൊടിയ ശിർക്ക് ഇന്ന് നാടുകളിൽ അരങ്ങ് തകർക്കുന്നത്. കൊടിയ ശിർക്ക്. ഞാൻ നേരത്തെ ആരോട് സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞു, നമ്മുടെ തൊട്ട് കേരളത്തിനോട് ചേർന്ന് നിൽക്കുന്ന കടലിൽ ഒരു താമര വിരിഞ്ഞു നിൽക്കുന്നത് പോലെ, വിരിഞ്ഞു നിൽക്കുന്ന കുളത്തിൽ താമര വിരിഞ്ഞതുപോലെ, ഒരു ആമ്പൽ വിരിഞ്ഞു നിൽക്കുന്നത് പോലെ വിരിഞ്ഞു നിൽക്കുന്ന ലക്ഷദ്വീപ്, ഒരുപാട് ദ്വീപ് പ്രവിശ്യകൾ. അതിനകത്ത് ഒരു ദ്വീപിൽ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. ഒരു ദ്വീപിലല്ല, കുറെ ദ്വീപിൽ പോയ കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട ദ്വീപ് അന്ത്രോത്ത് ദ്വീപാണ്. ഈ അന്ത്രോത്ത് ദ്വീപിൽ ചെന്നപ്പോൾ 179 അല്ലെങ്കിൽ 77 നേർച്ചകൾ. ഒറ്റ കബർ പോലും അവിടുത്തെ ഒരു ഭരണാധികാരിയുടെ ഒരു കബറല്ലാതെ, ഒരു ജാറല്ലാതെ വേറൊരു ജാറ അവിടെ ഇല്ല. അപ്പൊ എന്താ അറിയോ? മഞ്ഞക്കുളം നേർച്ച, ഏറുവാടി നേർച്ച, ജീലാനി നേർച്ച, ത്വരീഖത്തിന്റെ നേർച്ച, പലതരം നേർച്ചകൾ ആഘോഷിക്കുന്ന ഒരു പ്രദേശം. ഇത് കേരളത്തിനകത്ത് ഏതൊക്കെ നേർച്ച ഉണ്ടോ ആ നേർച്ചയൊക്കെ ആഘോഷിക്കുന്ന ഒരു പ്രദേശമായി മാറിയിട്ടുണ്ട്. ഇങ്ങനെ നേർച്ച എന്ന് പറയുന്ന ഇബാദത്ത് പോലും അള്ളാഹു അല്ലാത്തവർക്ക് സമർപ്പിക്കുന്നതിലൂടെ തീർത്തും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ആളുകൾ എത്താൻ നോക്കൂ. നിങ്ങൾ തേടുന്നു, ഖബറാളികളോട് തേടുന്നു, ഖബറാളികൾക്ക് നേർച്ചയാക്കുന്നു, ഖബറാളികൾക്ക് ബലി സമർപ്പിക്കുന്നു, ഖബറാളികളുടെ പേരിൽ സത്യം ചെയ്യുന്നു. മഹാത്മാക്കളോടുള്ള ആദരവിന്റെ ഭാഗമായും മറ്റും ഖബറുകൾ കെട്ടിപ്പൊക്കുന്ന ഒരു സമ്പ്രദായം പല സ്ഥലങ്ങളിൽ കാണാം. ഈ ഖബറിങ്കലാണ് നേർച്ച എന്ന പേരിൽ ഉറൂസ് നടക്കുന്നത്. ഉറൂസ് മുബാറക്. ഇസ്ലാമിന്റെ നിലപാട് എന്താണ്?
ഖബറുകൾ ഒരു ചാണിലധികം ഉയർത്താൻ പാടില്ല. നേർച്ച അല്ലാഹുവിന് മാത്രമേ പാടുള്ളൂ. ഖബർ സിയാറത്തിന്റെ പേരിൽ അവിടെ നടക്കുന്നത് ആ ഖബറാളിയോടുള്ള തേട്ടമാണ്, ഇബാദത്താണ്. അതിനാൽ അത് ശിർക്കുമാണ്. ഓരോന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഒന്നാമത്, ഖബറുകൾ കെട്ടിപ്പൊക്കുക. ഖബറുകൾ കെട്ടിപ്പൊക്കുക. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുജസ്സസൽ ഖബറു വഅൻ യുഖഅദ അലൈഹി വഅൻ യുബ്നാ അലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബറുകൾ കുമ്മായമിടുക, അതിന്മേൽ ഇരിക്കുക, അതിന്മേൽ എടുപ്പുണ്ടാക്കുക എന്നിവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചിരിക്കുന്നു. ഖുബ്ബയുണ്ടാക്കൽ മുഹമ്മദ് നബി വിരോധിച്ച ഏർപ്പാടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊക്കെ ശാഫിഈ മദ്ഹബിൽ പഠിച്ചു വന്ന ആളുകളാണ്. ഒരു ചാണിലധികം ഉയർന്നു നിൽക്കുന്ന ഖബറുകൾ തട്ടി നിരപ്പാക്കി സാധാരണഗതിയിലാക്കണമെന്നാണ് അഹ്ലുസുന്ന വൽ ജമാഅ നമ്മോട് പഠിപ്പിക്കുന്നത്. മഹാനായ അബുൽ ഹയ്യാജ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് നിവേദനം, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ നിയോഗിച്ച അതേ സംഗതികൾക്ക് വേണ്ടി ഞാൻ താങ്കളെ നിയോഗിക്കുന്നു അബുൽ ഹയ്യാജ്. അതെന്താണെന്നറിയോ? മുസന്നഫ് അബ്ദുർ റസാഖിൽ 6487 നമ്പറിൽ കാണാം, ലാ തദാ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹു. കെട്ടി ഉയർത്തപ്പെട്ട ഒരു ഖബറും നീ തട്ടി നിരപ്പാക്കാതെ വിടരുതേ എന്ന് അലി ഇബ്നു അബീ താലിബിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിക്കുന്നു. അലി ഇബ്നു അബീ താലിബ് അബുൽ ഹയ്യാജ് എന്നവരോട് ഏൽപ്പിക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയത്താണ് യഅനി ഖുബൂറൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങളുടെ ഖബറാണ്, കാഫിറുകളുടെ ഖബറല്ല. നമ്മുടെ നാടുകളിൽ സാധാരണ ആളുകൾ പറയും അത് ഏതോ കാഫിറുകളുടെ ഖബറാണെന്നല്ല. യഅനി ഖുബൂറൽ മുസ്ലിമീൻ വലാ തിംസാലൻ ഫീ ബൈത്തിൻ ഇല്ലാ തമസ്തുഹു. കെട്ടിപ്പൊക്കി ഒറ്റ ഖബറും ഒറ്റ വീടും തട്ടി നിരപ്പാക്കാതെ വിടരുതേ. എത്രത്തോളം അറിയോ? സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാണ്, വലാ തജഅലു ഖബ്രി ഈദാ. അതായത് എന്റെ ഖബറിനെ ഒരു ഈദാക്കരുത്, ഉത്സവ സ്ഥലമാക്കരുതേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ ആലോചിച്ച് നോക്കണേ, മുഹമ്മദ് നബി പോലും പഠിപ്പിച്ചു പോയത് എന്റെ ഖബർ ആഘോഷ സ്ഥലമാക്കരുത്, ഉറൂസിന്റെ കേന്ദ്രമാക്കരുത് എന്നാണ്. പിന്നെ എങ്ങനെ പ്രിയമുള്ളവരെ, നബിയെക്കാളും താഴെയുള്ളവരുടെ ഖബറിങ്കൽ ആഘോഷമുണ്ടാക്കും പാടില്ല. നമ്മുടെ നാട്ടിലെ ഏതൊക്കെ മയ്യത്തങ്കരുണ്ട് അവിടെയൊക്കെ പൊക്കാണ്, അവിടെയൊക്കെ നേർച്ചയൊക്കെയാണ്. എല്ലാവരും രണ്ട് നിലക്കാണ്. ഒന്ന് നേർച്ച നേരുന്നു, രണ്ട് നേർച്ച ഒരു ആഘോഷമാക്കി കൊണ്ടു നടക്കുന്നു. ഇത് രണ്ടും അനിസ്ലാമികമാണ്. കൂടുതൽ വിവരിക്കാൻ നമുക്ക് സമയം കുറവായതുകൊണ്ടാണ്. രണ്ടാമത്തെ ഒരു കാര്യം, നേർച്ച എന്ന് പറയുന്ന ഇബാദത്താണ്. അത് അല്ലാഹുവിന് മാത്രമേ പാടുള്ളൂ. നേർച്ച എന്ന് പറയുന്ന ഇബാദത്താണ്, അത് അല്ലാഹുവിന് മാത്രമേ പാടുള്ളൂ. അള്ളാഹു സ്വർഗം കൊണ്ട് അനുഗ്രഹിച്ച ഒരു കൂട്ടരെ പറ്റി പറയുന്നിടത്ത് കാണാം, 76-ാമത്തെ അധ്യായം സൂറത്തുൽ ഇൻസാനിന്റെ 7-ാമത്തെ ആയത്തിൽ, യൂഫൂന ബിന്നദിരി വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറാ. നേർച്ച അവർ നിറവേറ്റുകയും ആപത്ത് പടർന്നു പിടിക്കുന്ന ഒരു ദിവസത്തെ അവർ ഭയപ്പെടുകയും ചെയ്യുന്നു. ഖബറിനെ ഒരിക്കലും ഈദാക്കരുത്, പ്രിയമുള്ളവരെ ഒരിക്കലും നേർച്ച സ്ഥലമാക്കരുത്. നേർച്ച ആരാധനയായതിനാൽ ആ ആരാധന അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ എന്നതിനാൽ മുഹമ്മദ് നബിയും സ്വഹാബത്തും അത് അള്ളാഹ്ക്ക് മാത്രമേ നൽകിയിട്ടുള്ളൂ. പിന്നെ എങ്ങനെ നമ്മൾ മുഹമ്മദ് നബിക്ക് നൽകും? ഇന്നിപ്പോ എന്താ അറിയോ, രണ്ടാമത്തെ രീതി ഉണ്ട്. ഇത് ചിലപ്പോൾ പള്ളി കമ്മിറ്റിക്കാരൊന്നും അംഗീകരിച്ചോളന്നില്ല. ചില ഉസ്താദുമാരൊക്കെ പ്രസംഗിക്കും, അവിടെ ബാൻഡ് മുട്ട്, ശിങ്കാരിമേളം, കോൽക്കളി, ആനകൾ, വെടിക്കെട്ട്. ഇപ്പോൾ പേര് മാറി ദേശീയോത്സവം എന്നായി. ദേശീയോത്സവം ഉദാഹരണം പറഞ്ഞാൽ പട്ടാമ്പി ദേശീയോത്സവം എളുപ്പമായല്ലോ എല്ലാവർക്കും, ജാതി മതഭേദമന്യേ. നിങ്ങൾ അങ്ങനെ പറഞ്ഞോ, കുഴപ്പമില്ല. ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഇസ്ലാം അല്ല നമ്മൾ പറയുന്നത്, ഇസ്ലാമല്ല, ദീനല്ല, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തല്ല. അതുപോലെ പെട്ടിവരവ്, പട്ടണ പ്രദക്ഷിണം, എന്തൊക്കെയെന്ന് നിങ്ങൾ ശരിക്കും ഖബറിന്റെ രൂപത്തിലൊരു പ്രത്യേക രീതിയിൽ ഉണ്ടാക്കിയിട്ട്, ഇതൊക്കെ ശരിക്കും ഉത്തരേന്ത്യയിൽ കണ്ടിരുന്ന, ഉത്തരേന്ത്യയിൽ ഖബറിനെ സുജൂദ് ചെയ്തിരുന്ന പച്ച ശിർക്കിന്റെ വക്താക്കൾ ചെയ്തിരുന്നത് അവിടെ പോയിട്ട് പഠിച്ച ചില ഉസ്താദുമാര് കേരളത്തിലേക്ക് റിക്രൂട്ട് ചെയ്തതാണ്. ഇവിടെ പരിചയമില്ലായിരുന്നത്, ഷാഫിഈ മദ്ഹബിൽ പരിചയമില്ലത്, ഹദീസിലില്ല.
സ്വഹാബത്തിനും താബീങ്ങൾക്കും താബീങ്ങൾക്കും പരിചയമില്ല, അഹ്ലുസുന്നത്തിന് പരിചയമില്ല, വിശിഷ്യ ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മദ്ഹബിൽ പരിചയമില്ല. ഇതൊക്കെ കൊണ്ടുവന്നതാണ്. നിങ്ങളൊന്നാലോചിക്ക്, നാട്ടിലെ നേർച്ചകൾ പ്രധാനമായിട്ട് 2 തരത്തിലാണ്. ഒന്ന് ഇത്തരത്തിലാണ്, ഏത്? ബാൻഡ്, ശിങ്കാരിമേളം, DJ പാർട്ടി, ഡാൻസ്, വെടിക്കെട്ട്, സംഗീതം, അഭിനയം, എന്തെല്ലാം തോന്നിവാസങ്ങൾ. ഇതൊക്കെ ഇസ്ലാമാണോ? അല്ല. ഇനി രണ്ടാമത്തെ ഒരു രീതി ഉണ്ട്. അതെന്താണെന്നറിയോ? രണ്ടാമത്തെ രീതി, ഏതെങ്കിലും ഒരു ജാറത്തിൽ ഒരു ഖബറാളിയുടെ, ഒരു ശൈഖ് എന്ന് പറയുന്നവന്റെ ജാറത്തിൽ, ശൈഖ് എന്ന് പറയപ്പെടുന്നവരുടെ ജാറത്തിൽ ആണ്ട് നിശ്ചയിച്ചിട്ട് തീയതി നിശ്ചയിക്കാം. എന്നിട്ട് കൊടി ഉയർത്തൽ, പതാക ഉയർത്തൽ, യാസീനോത്ത്, ഖത്തം ദുആ. നിങ്ങളൊന്നാലോചിക്ക്, ഇസ്ലാമിക ലോകത്തെവിടെ പ്രിയമുള്ളവരിത്? ഇസ്ലാമിക ലോകത്തെവിടെ? ശാഫിഈ മദ്ഹബിലെവിടെ? ഷിയഇസം ഇസ്ലാമിന് തെളിവല്ല, സൂഫിസം ഇസ്ലാമിൽ തെളിവല്ല. അഹ്ലുസുന്നത്തിന് അങ്ങനെ ഒരു പരിചയമില്ല. എന്നിട്ട് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ആണ്ട് നിശ്ചയിച്ച് അവിടെ പ്രത്യേകമായ കാട്ടിക്കൂട്ടലും അവസാനം അന്നദാനത്തോടു കൂടി. ഇത് നമ്മൾ അംഗീകരിക്കും. ഇത് അംഗീകരിക്കേണ്ടത് പ്രമാണം വേണ്ടേ? മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹുദ് സന്ദർശിക്കാണ് മരിക്കുന്നതിന്റെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ കുറഞ്ഞ മാസങ്ങൾക്ക് മുമ്പ്. ആ ഉഹുദിൽ 70ഓളം ശുഹദാക്കൾ മറമോടപ്പെട്ടു പോയ ഉഹുദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്നിട്ട് അവർക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുകയാണ്. ആദ്യം നിസ്കരിച്ചതുപോലെ റസൂലുള്ള മയ്യത്ത് നിസ്കരിക്കുകയാണ്. ഇത് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം. അതിന് ചർച്ചയുണ്ട്. നബിക്ക് മാത്രം ഖാസാണോ, അല്ല എല്ലാവർക്കും ബാധകമാകുന്നതാണോ ഒക്കെ ചർച്ചകൾ കാണാം. ഞാൻ ചർച്ചയിലേക്ക് പോകില്ല. പക്ഷെ ഈ ചർച്ചയുടെ ലോകത്തെവിടെയും കണ്ടിടത്തോളം ഒരു ആലിമും ഇതൊരു പ്രത്യേകമായ നേർച്ചക്കുള്ള ഒരു ഉറൂസ് ആഘോഷത്തിനുള്ള ദലീലായി എവിടെയും ഒരു കിതാബിലും രേഖപ്പെടുത്തിയത് കണ്ടിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബർ സിയാറത്ത് ചെയ്തിട്ടുണ്ട്, സ്വഹാബത്ത് ചെയ്തിട്ടുണ്ട്. നബിയുടെ സുന്നത്തിനെ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ ഖൗലൻ വ അമലൻ, വാക്കുണ്ട് പ്രവൃത്തിയുണ്ട്. ഖബർ സിയാറത്ത് ചെയ്യണേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ റസൂൽ തന്നെ ഖബർ സിയാറത്ത് ചെയ്തു. നമ്മുടെ ഉമ്മ ആയിഷ ബീവി പറയുന്നതാണ്, രാത്രി തപ്പി നോക്കുമ്പോൾ നബിനെ കാണുന്നില്ല. പരതി നോക്കുമ്പോൾ നബി എവിടെയാണ്? ബഖീലാണ്. അള്ളാന്റെ റസൂല് ബഖീലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബർ സിയാറത്ത് ചെയ്തു. ഖബർ സിയാറത്ത് ചെയ്യാൻ നമ്മളോട് പറഞ്ഞു. അഹ്ലുസുന്ന പഠിപ്പിക്കുന്നത് ഇതാണ്. നമ്മളും ഖബർ സിയാറത്ത് ചെയ്യാറുണ്ട്. എന്തിനാണ് ഖബർ സിയാറത്ത് ചെയ്യുന്നത്? മരണചിന്തയുണ്ടാകാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, പരലോക ചിന്തയുണ്ടാകാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, കണ്ണിന് നനയിപ്പിക്കും, അതുപോലെ ഹൃദയത്തെ ലോലമാക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു ഗുണപാഠമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ നിന്ന് നിനക്ക് പാഠമുണ്ടെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ നാട്ടിൽ ഖബർ കമ്മിറ്റിക്കാർ വെച്ച ബോർഡിലുള്ളത് എന്താണ്? പേപ്പട്ടി വിഷ നിവാരണം, സർപ്പ വിഷ നിവാരണം, ഉദ്ദിഷ്ടകാര്യ സാഫല്യം, കളഞ്ഞുപോയ വസ്തുക്കളെ തിരിച്ചു കിട്ടൽ, കെട്ടിക്കാത്ത പെൺകുട്ടികളെ കെട്ടിക്കാൻ സഹായിക്കുന്ന ജാറങ്ങൾ. അല്ലാഹുൽ മുസ്തആൻ. അല്ലാഹുവിന്റെ റസൂലോ സ്വഹാബത്തോ പഠിപ്പിച്ചു പോയ ഖബർ സിയാറത്ത് ഇതാണോ പ്രിയമുള്ളവരെ? ശാഫിഈ മദ്ഹബിൽ പഠിപ്പിക്കുന്ന ഖബർ സിയാറത്ത് ഇതാണോ? ദുനിയാവ് ലക്ഷ്യം വെച്ചിട്ടാണോ അവരാരെങ്കിലും ഖബർ സിയാറത്ത് ചെയ്തതല്ല. അപ്പൊ ലക്ഷ്യം മാറിപ്പോയി, മാർഗം തെറ്റിപ്പോയി, ഒരിക്കലും ശരിയല്ല. അതുകൊണ്ട് നേർച്ച അത് അള്ളാഹുവിനെ പാടുള്ളൂ. നേർച്ച അള്ളാഹ്ക്കേ പാടുള്ളൂ. എത്രത്തോളം നിങ്ങൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ, വിശേഷിച്ച് ശാഫിഈ മദ്ഹബിലെ പ്രസിദ്ധനായ ഒരു പണ്ഡിതനാണ് ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്, എന്തറിയോ? വഇൻ ഖുസിദ ബിഹാദൻ നദിരി തഖറബ് ലിമൻ ഫിൽ ഖബരി ബതല. ഖബറിൽ കിടക്കുന്നവന്റെ, അത് ഏത് മഹാനായാലും ശരി, ഖബറിൽ കിടക്കുന്നവന്റെ സാമീപ്യമാണ് നേർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ നേർച്ച നിഷ്ഫലമാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, لأن التقرب إنما يتقرب بها إلى الله تعالى لا إلى خلقه. എന്തുകൊണ്ടെന്നാൽ സൽക്കർമ്മം കൊണ്ട് അല്ലാഹുവിന്റെ സാമീപ്യം മാത്രമേ തേടാൻ പാടുള്ളൂ, ഉദ്ദേശിക്കാൻ പാടുള്ളൂ. അവൻ തേടേണ്ടത് അല്ലാഹുവിന്റെ സൃഷ്ടികളുടെ സാമീപ്യമല്ല. ശാഫിഈ പണ്ഡിതനായ ഇബ്നു ഹജർ അൽ ഹൈതമിയുടെ ഫതാവൽ കുബ്ര 4-ാം വാള്യം 268. ചിലപ്പോൾ വ്യത്യസ്ത മറ്റേ ബുക്ക് സ്റ്റാളുകൾ ഇറക്കിയിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവുന്നല്ലാതെ ആദർശത്തിൽ ഒരു വ്യത്യാസമല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ വർത്തമാനകാല നേർച്ചയുടെ അവസ്ഥ എന്തപ്പോ?
വർത്തമാനകാലയുടെ നേർച്ചയുടെ അവസ്ഥ എന്താ? ഒരു നിലക്കും ഇസ്ലാമിനോട് യോജിക്കാത്ത ഒന്നാണ്. ഇനി അതിന്റെ കൂടെ നമ്മൾ പഠിക്കേണ്ട കാര്യം എന്താ? സിയാറത്തിന്റെ പേരിൽ അവിടെ നടക്കുന്നത് ഇബാദത്താണ്. ഞാൻ പറഞ്ഞല്ലോ സിയാറത്ത് എന്തിനാണ്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വെച്ച ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് മരണചിന്ത, സഹീഹ് മുസ്ലിം 976 നമ്പർ ഹദീസ്. രണ്ടാമത്തത് പരലോക ചിന്ത, അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് ഇബ്നു മാജ ഉദ്ധരിക്കുന്നു 1569 നമ്പർ ഹദീസ്. മൂന്നാമത്തത് ഹൃദയത്തെ ലോലമാക്കും, കണ്ണിനെ നനയിപ്പിക്കും, മുസ്തദറക് ഹാക്കിം 1394 നമ്പർ ഹദീസ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കണ്ടാൽ കരയും സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരുമ ശിഷ്യനാണ്, പ്രിയപ്പെട്ട മരുമകനാണ്. അതുപോലെ ഗുണപാഠമുണ്ട് ഇമാം അഹ്മദിന്റെ റിപ്പോർട്ടിൽ. ഇങ്ങനെ തുടങ്ങി ഒരുപാട് റിവായത്തുകൾ അബൂദാവൂദിലുള്ളത്. ഫഇന്ന ഫീ സിയാറത്തിഹാ തദ്കിറ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഖബർ സിയാറത്തിൽ നിറവേറപ്പെടുന്നുണ്ടോ? പല ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയും ഖബർ സിയാറത്ത് ചെയ്യുന്നവരുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആഗ്രഹ സഫലീകരണങ്ങൾ, തൊട്ടുമുത്തി പറക്കത്തെടുക്കലുകൾ, പ്രശ്നങ്ങൾ നീങ്ങൽ, രോഗശമനത്തിന്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ബോർഡുകളും ബാനറുകളും. വിശിഷ്യ പുത്തമ്പള്ളിയിലെ ജാറത്തിന്റെ മുന്നിൽ ഒരുപാട് കാലം അത്തരം ബോർഡുകൾ ഉണ്ടായിരുന്നു. ഞാൻ അതിനടുത്ത കാലത്ത് ദർസ് പഠിച്ച അടുത്ത പ്രദേശത്ത് ഞാൻ ആ ഖബർ സിയാറത്ത് ചെയ്യാൻ പോയിട്ടുണ്ട്. ദർസ് പഠിക്കുന്ന കാലത്ത് അന്നും ആ ബോർഡ് ഉണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയിലൊക്കെ ആ ബോർഡുണ്ട്. ഇപ്പൊ അടുത്ത കാലത്തൊന്നും എനിക്കറിയില്ല. അള്ളാഹുവിന്റെ റസൂല് വെച്ച ബോർഡ് ഒക്കെ ഉഖ്റവിയായതാണ്, തസ്കിയത്തിൻ്റെതാണ്, തർബിയത്തിൻ്റെതാണ്. എന്നാൽ ഖബർ കമ്മിറ്റിക്കാർ, ജാറ കമ്മിറ്റിക്കാർ വെച്ച ബോർഡ് മുഴുവൻ ദുനിയാവിൻ്റെതാണ്, പൈസയുടേതാണ്, താൽക്കാലിക ലാഭങ്ങളുടേതാണ്. അതൊരിക്കലും ഇസ്ലാമിലെ സിയാറത്തല്ല. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, എത്രത്തോളം ഗൗരവമുള്ള കാര്യങ്ങളൊന്ന് ആലോചിച്ച്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ മഹാന്മാരായ ഔലിയാക്കന്മാരുടെ പേരിലാണ് നടക്കുന്നത്. സ്വാഭാവികമായും ഈ പരിപാടി സംഘടിപ്പിക്കുന്ന ആളുകളെ കുറിച്ച് ഒരു പക്ഷേ നാട്ടിലുണ്ടാകുന്ന ഒരു തെറ്റിദ്ധാരണ, ഞാൻ എല്ലായിടത്തും പറയലുണ്ട്, ഇവർക്ക് സ്വലാത്തില്ല, ദിക്റില്ല, മുഹമ്മദ് നബിയെ കുറിച്ച് വളരെ മോശമായിട്ടാണ് ഇവർ ചിന്തിക്കുന്നത്. ഇവർക്ക് ഔലിയാക്കന്മാർക്ക് കറാമത്തിൽ ഇവർക്ക് വിശ്വാസമല്ല, ഇവരെ നബി തന്നെ വേറെ ഏതൊക്കെയാണ് എന്നൊക്കെ തെറ്റിദ്ധരിക്കുന്ന ആൾക്കാരുണ്ട്, തെറ്റിദ്ധരിച്ചേക്കാളും ധരിപ്പിക്കലാണ്. എന്നാ ഞാൻ അവരോട് പറയണത്, വളരെ ഗൗരവത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം. സ്വലാത്ത് ചൊല്ലണം, നിർബന്ധമാണ്. ദിക്റുണ്ട്, 24 മണിക്കൂർ ദിക്റുണ്ട്. ഖുർആൻ ഓതണം. പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയോ? സ്വലാത്ത് ചെല്ലണം, പക്ഷെ പെട്ടി വെക്കരുത്, വാർഷികം നടത്തരുത്, ആഘോഷങ്ങൾ ഉണ്ടാക്കരുത്, ബിസിനസ് നടത്തരുത്. ദിക്റുകൾ വേണം. അതൊരിക്കലും കച്ചവടമല്ല, ജീവിതമാർഗമല്ല. അത് ഉഖ്റവിയായ ലോകത്തേക്കുള്ള രക്ഷയാണ്. അതുപോലെ ഖുർആനോത്തുണ്ട്, അത് പുണ്യകരമാണ്. അലിഫ് ലാം മീം, അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. ഓരോ അക്ഷരത്തിനും 10 കൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ കത്തപ്പുര കെട്ടരുതേ, മരിച്ചിടത്ത് ഓതരുതേ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതല്ല. ഇതൊക്കെ എന്താ മനസ്സിലായി? ഖുർആനോത്ത് ഉണ്ടെന്നല്ലെന്ന് മനസ്സിലായത്, ദിക്ർ ഉണ്ടെന്നല്ലെന്ന് മനസ്സിലായത്, സ്വലാത്ത് ഉണ്ടെന്നല്ലെന്ന് മനസ്സിലായി. ഉണ്ട്, പക്ഷെ കച്ചവടമാക്കരുത്, ബിസിനസ് ആക്കരുത്, ദുനിയാവിനുള്ള ഉപജീവനമാക്കരുത്. അതാണ് പ്രശ്നം, അതാ വ്യത്യാസം. നമ്മൾ പറയുന്നതൊക്കെ ആഖിറത്തിലേക്കുള്ളതാണ്. അല്ലാഹു അക്ബർ. അതുപോലെ തന്നെ സിയാറത്തും ആഖിറത്തിലേക്കുള്ളതാണ്. അക്കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഔലിയാക്കളാണ്. ആരാണ് ഔലിയാക്കൾ? ഇന്ന് നമ്മുടെ നാട്ടിൽ തെറ്റിദ്ധാരണ, ഔലിയാക്കളുടെ പേരിലാണ് സർവ്വ ശിർക്കുകളും ഇന്ന് അരങ്ങ തകർക്കുന്നത്. ഔലിയാക്കളെ ഔലിയാക്കളായി കാണാതിരിക്കുകയും ചില മാനസിക രോഗികളെ ഔലിയാക്കളായി കാണുകയും ചെയ്യുന്ന തലതിരിഞ്ഞൊരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. നടുറോട്ടിൽ പരസ്യമായി ആളുകൾ കാണുക, ഉടുതുണി ഉടുതുണിയുടെ രണ്ടറ്റവും മാറ്റിയിട്ട് ആളുകൾ അദ്ദേഹത്തിന്റെ ലൈംഗികാവയം കാണുക. നിന്ന് മൂത്രമൊഴിക്കുന്ന ഒരാൾ എങ്ങനെ ഔലിയാകും? വാഹനത്തിൽ കയറിയിട്ട് വാഹനക്കാരന് പൈസ കൊടുക്കാതെ ഇറങ്ങിപ്പോയ പോടാവിടുന്നെന്ന് പറഞ്ഞിട്ട് പരസ്യമായി ഇറങ്ങിപ്പോയ ആൾ എങ്ങനെ ഔലിയാകും? അവിടെ നിന്ന് ആലോചിക്കണം. പരിശുദ്ധ റമദാൻ മാസം വന്നാൽ നോമ്പ് നോൽക്കാതെ ഭക്ഷണം കഴിക്കുന്ന ആൾ എങ്ങനെ ഔലിയാകും? നിസ്കരിക്കാത്തത് എന്താണ് ശൈഖേ എന്ന് ചോദിച്ചപ്പോൾ ഉള്ളം കൈ കാണിച്ചിട്ട് ഉസല്ലി ബിമക്കത്ത എന്ന് പറഞ്ഞിട്ട് ആളുകളെ പറ്റിച്ച ആളെങ്ങനെ ഔലിയാകും? എന്നാൽ ഇസ്ലാമിലെ ഔലിയാക്കൾ ആരാണ്? ഇസ്ലാമിലെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഇമാമായ അഇമ്മത്തുകളോട് കിടപിടിക്കുന്ന മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ് അൽ ഹറാനി, ചില ആൾക്കാരുടെ ഭാഷയിൽ പറഞ്ഞ വഹാബികളുടെ നേതാവ്,
ശരിക്കും അഹ്ലുസുന്നത്തിന്റെ നേതാവാണ്. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഗ്രന്ഥം അൽ അഖീദത്തു വാസിത്തിയ്യ, അതിനകത്ത് അദ്ദേഹം ഒരു ഹെഡിങ് തന്നെ കൊടുക്കുന്നുണ്ട്. ഹെഡിങ് ആരാണ് ഔലിയാക്കൾ, എന്താണ് അവരെ കുറിച്ചുള്ള വിശ്വാസം എന്നതൊക്കെ അദ്ദേഹം ശരിക്കും പറഞ്ഞിട്ടുണ്ട്. എന്താ അറിയോ? അത്തസ്ദീഖു ബികറാമാത്തിൽ ഔലിയാന, ഹെഡിങ്ങിന്റെ തലക്കെട്ടാണ്. അതായത് സത്യപ്പെടുത്തണം, ഔലിയാക്കളെ അവരെ കറാമത്തിനെയും സത്യപ്പെടുത്തണം. ആര് പറയാ? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ. അദ്ദേഹം പറഞ്ഞ വാക്കെന്തറിയോ? ഞാൻ പെട്ടെന്ന് വായിച്ചു പോവാണ്. വമിൻ ഉസൂലി സുന്നത്തി വമിൻ ഉസൂലി അഹ്ലി സുന്ന അത്തസ്ദീഖു ബികറാമാത്തിൽ ഔലിയാ, ഔലിയാക്കളുടെ കറാമത്തുകളെ സത്യപ്പെടുത്തൽ അത് അഹ്ലുസുന്നത്തിന്റെ ഉസൂലിൽപ്പെട്ടതാണ്. വമാ യുജ്രില്ലാഹു അലാ ഐദീഹിം മിൻ ഖവാരിഖിൽ ആദാത്ത്, ഔലിയാക്കന്മാരുടെ കറാമത്തുകളെയും അവരുടെ കയ്യാൽ അല്ലാഹു നടപ്പിൽ വരുത്തിയിട്ടുള്ളതായ അസാധാരണ സംഗതികളെയും സത്യപ്പെടുത്തൽ. ഫി അൻവാഇൽ ഉലൂമി വൽ മുകാശഫാത്ത്, ഇത് പലതരം അറിവുകളെയും വെളിപാടുകളുടെയും മേഖലകളിലാകാം. വ അൻവാഇൽ ഖുദ്റത്തി വത്തഅ്സീറാത്ത് വകൽ മഅ്സൂരി അൻ സാലിഫിൽ ഉമമി ഫി സൂറത്തുൽ കഹ്ഫി വഗൈരിഹാ, പലതരം കഴിവുകൾ ശൈഖ് പറയാൻ, സ്വാധീനങ്ങൾ തുടങ്ങി സൂറത്തുൽ കഹ്ഫിലും മറ്റും പൂർവ്വ സമുദായത്തിൽപ്പെട്ട ചിലരെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളതും വ അൻ സ്വദ്രി ഹാദിഹിൽ ഉമ്മത്തി മിനസ് സ്വഹാബത്തി വത്താബിഈൻ വസായിരി ഖുറൂനിൽ ഉമ്മ വഹിയ മൗജൂദത്തുൻ ഫീഹാ ഇലാ യൗമിൽ ഖിയാമ. ഈ അവസാനത്തെ വാചകം അത്ഭുതമാണ്. ഈ സമുദായത്തിലെ സ്വഹാബികൾ, താബിഈകൾ, മറ്റു സജ്ജനങ്ങൾ, അവരിൽ നിന്നും രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള പലതുമുണ്ട്. ഖിയാമത്ത് നാൾ വരെയും അത് അഥവാ കറാമത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതുമാണ് എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്. അപ്പൊ കറാമത്തുണ്ട്, ഔലിയാക്കൾക്ക് കറാമത്തുണ്ട്. നമ്മുടെ വിശ്വാസം അതാണ്. പക്ഷേ അത് മാജിക് അല്ല, അത് ബിസിനസ് അല്ല. അതിനെക്കുറിച്ച് ആളുകൾ തെറ്റിദ്ധരിച്ചതാണ്. ട്രിക്ക് പെട്ടെന്ന് ഇങ്ങനെ കാണിച്ചാൽ ഇങ്ങോട്ട് വരുന്നൊരു സാധനമല്ല. പ്രിയമുള്ളവർ, സംസാരിക്കാൻ സമയം വളരെ കുറവായതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഓടിച്ച് പറഞ്ഞു പോണത് നിങ്ങളിതിൻ്റെ ആ പൾസ് തന്നെ എടുക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്നാൽ ശരിക്കും ഇസ്ലാമിലെ ഔലിയാക്കൾ ആരറിയോ? ആ ഭാഗം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ഇൻഷാല്ലാ. ഇസ്ലാമിലെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ആരാ ഔലിയാക്കൾ? അഹ്ലുസുന്ന ഔലിയാക്കൾ വിശ്വസിക്കുന്നുണ്ട് അവർക്ക് കറാമത്ത് ഉണ്ടാകുന്ന. ഈ പ്രസംഗിക്കണ എനിക്കും ഇവിടെ സംഘടിപ്പിച്ച ആളുകൾക്കും ഇങ്ങൾക്കൊക്കെ പരിചയമുള്ള മാഷ്, ഞങ്ങളൊക്കെ വിശ്വാസം തരങ്ങൾ ഔലിയാക്കന്മാരുണ്ട്, അവർക്ക് കറാമത്തുണ്ട്. അങ്ങനെ വിശ്വാസം, ഞങ്ങളെ വിശ്വാസം അതാണ്. പിന്നെ ഇനി നാളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇവർക്ക് കറാമത്തില്ല, ഔലിയാക്കന്മാരെ കുറ്റം പറയുന്നവരാണ്. നബി ഒരു സാധാരണ, ലാസ്റ്റ് കേട്ടോന്നൊന്നും അരണറ്റാക്കി വന്നു നബിനെ കുറിച്ച്. അങ്ങനെ ഒന്നും തെറ്റിദ്ധരിപ്പിക്കരുത്. നബി സാധാരണ മനുഷ്യനല്ല, ഞങ്ങളെ വിശ്വാസം അതാണ്. കാരണം എന്താ? മനുഷ്യനാണ്. ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും. പക്ഷെ വ്യത്യാസമുണ്ട്. യൂഹാ ഇലയ്യ, അതാ വ്യത്യാസം. നമ്മളെ പോലെയല്ല. മുടിക്ക് വ്യത്യാസമുണ്ട്, ചർമ്മത്തിലെ പുറത്തു വരുന്ന വിയർപ്പിന് വ്യത്യാസമുണ്ട്. നിങ്ങളീ വിയർപ്പിൽ അത്ര തേച്ചാൽ പോലും പൊരേ ചെന്ന് മണക്കണ പോയി കുളിച്ചിട്ട് ഒരു മനുഷ്യന്നറിയും. എന്നാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ നിന്ന് വരുന്ന വിയർപ്പിന് സുഗന്ധമുണ്ട് എന്ന് ഇമാം ബുഖാരി രേഖപ്പെടുത്താൻ. വ്യത്യാസമല്ലേ? വ്യത്യാസമുണ്ട്. പക്ഷെ പ്രാർത്ഥിക്കാൻ പറ്റുമോ? പറ്റൂല. ചോദിക്കാൻ പറ്റുമോ? ചോദിക്കാൻ പറ്റൂല. നേർച്ചാക്കാൻ പറ്റുമോ? പറ്റൂല. ഇബാദത്ത് സമർപ്പിക്കാൻ പറ്റൂല. ഇബാദത്ത് അള്ളാന്റെ റസൂല് പഠിപ്പിച്ച അള്ളാഹ്ക്ക് മാത്രമേ പാടുള്ളൂ. അവിടെ വിഷയം, അതാ മർമ്മം, അതാ പോയിന്റ്. ഒരു പോയിന്റ് കൂടി ഇവിടെ കറാമത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ, അല്ല ഔലിയാക്കന്മാരെ കുറിച്ച്. ആരാ ഔലിയാക്കന്മാർ? അള്ളാഹ് പറഞ്ഞ വാക്കെന്തറിയോ? ഇത് പഠിച്ചോളിങ്ങൾ. ആരാ വലിയാന്ന്? അള്ളാഹു നമ്മളെ ഔലിയാക്കൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആരാ ഔലിയ? അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അറിയണേ, ശ്രദ്ധിക്കണേ. നിശ്ചയമായും ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് യാതൊരു ഭയവുമില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല. അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ, അവർ വിശ്വസിക്കുകയും തഖ്വ പാലിക്കുകയും ചെയ്തവരത്രേ അവർ ഈമാനുള്ളവരാണ്. അതുപോലെ മുത്തഖികളാണ്, ഈമാനും തഖ്വയും ഉള്ളവരാണ്. എന്താണ് തഖ്വ? ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹി, അല്ലാഹ് കൽപ്പിച്ചതിനൊക്കെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും വിരോധിച്ചതിനെ പൂർണ്ണമായി വിരോധിക്കുകയും ചെയ്യുക. തട്ടിപ്പ് നടത്തൂല, വെട്ടിപ്പ് നടത്തൂല, ഹക്കിടപാടുകൾ കൊടുത്തു വീട്ടാതിരിക്കൂല. വളരെ കൃത്യമാണ്. എല്ലാ നിലയിലും സൂക്ഷ്മത പുലർത്തുന്നവരാണ് ഔലിയാക്കൾ. പക്ഷെ നമ്മുടെ നാട്ടിൽ ചില ഔലിയാക്കന്മാരെ കുറിച്ച് കേൾക്കണമെന്നറിയും. ഞാൻ പഠിച്ചത് എടക്കഴിയൂരത്തെ ഒരു ദർസിലാണ്. ഫസ്റ്റ് പഠിച്ചത്, രണ്ടാമത് പഠിച്ചത് എടക്കഴിയൂരത്തെ ദർസിൽ. 100 ചില്ലാനും കുട്ടികളൊക്കെ ഉള്ള വലിയ ദർസ്. അവിടെ 2 ജാറുണ്ട്.
ഒരു സ്ത്രീയുടെ ഒരു പുരുഷന്റെ. അതിന്റെ അപ്പുറത്ത് ഇപ്പൊ വേറൊരു ജാറും കൂടി വന്നിട്ടുണ്ട്. അയാളുടെ പേര് കോയിത്തങ്ങൾ മക്കാന്ന്. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ കണ്ട ആളൊരു മെലിഞ്ഞിട്ട് സാധു മനുഷ്യൻ. മൂപ്പര് ചുട്ട കോഴിയെ പറപ്പിച്ചിട്ടുണ്ടത്രേ. ഇത്രേ എവിടെ വരെ പോയി മുട്ടും എനിക്കറിയില്ല, കണ്ടവരാരുമില്ല. എന്തായാലും ഇത്രയായിട്ട് നിൽക്കണത്. ഇയാൾ മരിച്ചപ്പോൾ ഇയാളെ കബറപ്പോടെ ഏറ്റവും വലുത് ഇരിക്കട്ടെ. അയാളുടെ ഒരു പ്രത്യേകത, അയാളെ കറാമത്ത് തരങ്ങൾ, അയാളെ പ്രത്യേക തരങ്ങൾ വലിയ അത്രേ. ഓട്ടോറിക്ഷ കയറും, പൈസ കൊടുക്കാതെ ഇറങ്ങിപ്പോകും. നഊദുബില്ല. ഇത് ഔലിയാക്കന്മാരുടെ സിഫത്താണത്. ആടാനെ പറ്റിക്കല്, ആരാനെ പറ്റിക്കുന്നവർ വലിയല്ല. നിങ്ങൾ അള്ളാന്റെ റസൂലിന്റെ ജീവിതം പരിശോധിച്ച് നോക്കി, സ്വഹാബത്തിന്റെ ജീവിതം പരിശോധിക്കും. ഒരണു പൈസ മറ്റുള്ളവർക്ക് കൊടുത്തു വീട്ടാൻ, എന്തിന്? കയ്യിലൊരല്പം സമ്പത്ത് വന്നാൽ അത് അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ ഉറങ്ങാൻ പോലും കഴിയില്ലവർക്ക്. അതാണ് ഔലിയാക്കന്മാര്. ഇവിടെ എങ്ങനെ ആരാന്റെ ഹക്ക് കൊടുക്കാതെ നടക്കാം? ഓനത്ര ഔലിയ. ഈ ഔലിയയിൽ ഞങ്ങൾക്ക് വിശ്വാസമല്ല. ഞങ്ങൾ പഠിപ്പിക്കാൻ ഔലിയ എന്താ വെച്ചാല് അള്ളാന്റെ റസൂല്, സ്വഹാബത്ത്, താബീങ്ങൾ, തബുലത്ത് ബായിങ്ങളുണ്ടല്ലോ, ഇങ്ങനത്തെ ഒരു ഔലിയാക്കന്മാരിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതാണ് പലപ്പോഴും സംശയം ഉണ്ടാകാനുള്ള കാരണം. ഇനി നിങ്ങൾക്ക് ഔലിയാക്കന്മാരുടെ സിഫത്ത് കൂടി പറഞ്ഞുതരാം. ഈ ആയത്തിന്റെ തഫ്സീറിൽ മുഫസ്സിറുകളൊക്കെ പഠിപ്പിച്ച കാര്യമുണ്ട്. ആരാണ് മൻഹും ഔലിയാ ഉല്ലാഹി തആല? ആരാണ് ഔലിയാക്കന്മാർ? എന്താ തഫ്സീർ അറിയോ? പൂർവികരായ സ്വഹാബത്തിന് തൊട്ടുദ്ധരിക്കണം അറിയോ? നിങ്ങളിൽ ഒരാളെ കാണുന്നു, ആര് അള്ളാഹുവിനെ കാണുന്നിടത്ത് അള്ളാഹുവിനെ ഓർമ്മ വരാൻ കാരണക്കാരാകുന്നുണ്ടോ അവരാണ് ഔലിയാക്കൾ. ഉദാഹരണം പറഞ്ഞാൽ, ഈ അങ്ങാടിയിൽ ഇറങ്ങിയപ്പോൾ നിങ്ങൾ എന്നെ കാണാൻ, നിങ്ങൾക്ക് എന്നെ കാണുന്ന നിമിഷത്തിൽ അള്ളാഹുവിനെ ഓർമ്മ വരാൻ അതൊരു സബബായിട്ടുണ്ടെങ്കിൽ അവരാണ് ഔലിയാക്കളെന്ന് അഹ്ലുസുന്നയുടെയും ആമീങ്ങളായ സ്വഹാബത്ത് പഠിപ്പിച്ചു പോവുകയാണ്. തഫ്സീറിലൊക്കെ ആണ് അള്ളാഹുവിനെ ഓർക്കാൻ കാരണമാകുന്ന ആ നോട്ടുണ്ടല്ലോ. ഒരു ടീമിനെ നമ്മളിങ്ങനെ കാണാൻ, അവരെ കാണുമ്പോൾ നമുക്ക് അള്ളാഹുവിനെ ഓർമ്മ വരുന്നുണ്ടെങ്കിൽ അവരാണ് ഔലിയാക്കൾ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, അള്ളാഹിനെ ഓർമ്മ വരുന്നുണ്ടോ? അള്ളാഹിനെ ഓർമ്മ വരാൻ പലരും കാരണമാകുന്നുണ്ടോ? അതുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകൾക്കനുസരിച്ച് ജീവിക്കുന്ന മുത്തഖികളായ ചിലർക്ക് ചില പ്രത്യേക സമയങ്ങളിൽ നൽകുന്ന മഹത്തായ ആദരവാണ് കറാമത്ത് എന്നത്. ഒരു വേള അഭൗതികമായ നിലക്കുള്ള സഹായങ്ങളാകാം, അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ അവരിലൂടെ പ്രകടമാകുന്ന അത്ഭുതങ്ങളുമാകാം. ഇതൊരിക്കലും നമ്മൾ നിഷേധിക്കുന്നില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ കാണാൻ ഇന്ന ആൾക്ക് ഭയങ്കര കറാമത്താണ്, ഇന്ന ഉസ്താദിന്റെ കറാമത്തുകൾ പ്രസിദ്ധമാണ്, ആ ജാറത്തിൽ കറാമത്തില്ല, ഈ ജാറത്തിലാണ് കറാമത്ത്. എന്നാൽ മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി, സൂഫികൾ മുഹീദ്ദീൻ എന്ന് വിളിച്ച ശൈഖ് ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഉംയത്തു താലിബീൻ എന്ന കിതാബിന്റെ 163-ാമത്തെ പേജ് 2-ാം വള്ളത്തിൽ കാണാം, ലി അന്ന മിൻ ശർത്തുൽ വിലായത്തി കസ്മാനുൽ കറാമാത്ത്, തീർച്ചയായും കറാമത്തുകൾ മറച്ചുവെക്കൽ അത് വിലായത്തിന്റെ നിബന്ധനയിൽപ്പെട്ടതാണ്. നാട്ടിലോ കറാമത്തിന്റെ പേരിൽ മഹാന്മാരെന്ന് പറയുന്നവരോട് സഹായം തേടുന്നവരെ ആളുകൾ മാറിയിട്ടുണ്ട്. ഇവിടത്തെ കറാമത്ത് മനുഷ്യരെ കൊണ്ടുപോകുന്ന ശിർക്കിലേക്കാണ്. ഇവിടുത്തെ ഔലിയാക്കന്മാരുടെ മറപറ്റിയിട്ട് ആളുകൾ കടന്നു പോകുന്ന ശിർക്കിലാണ്. ഇവിടുത്തെ ജാറങ്ങളെ പിൻപറ്റിയിട്ട് ആളുകൾ കടന്നു പോകുന്നത് അള്ളാഹുവിൽ നിന്ന് അകലുകയാണ്. റബ്ബിലേക്കല്ല അവരെടുക്കുന്നത്, റബ്ബിനോടല്ല അവർ ചോദിക്കുന്നത്, റബ്ബിനോടല്ല അവർ തേടുന്നത്, റബ്ബിലേക്കല്ല അവർ നേർച്ച വഴിപാടുകൾ സമർപ്പിക്കുന്നത്, റബ്ബിനോടല്ല അവർ ബലി സമർപ്പിക്കുന്നത്, അള്ളാഹിന്റെ പേരിലല്ല അവർ സത്യം ചെയ്യുന്നത്. ഇബാദത്തിൽ ഒന്നുപോലും അള്ളാഹു അല്ലാത്തവർക്ക് നൽകാൻ ഈ മഹാത്മാക്കളെ കാരണമാക്കിയിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, അത് ഗൗരവമായ വിഷയമാണ്. ശരി, ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. നമുക്ക് ഇത് ശിക്ഷ കൊടുക്കാനായി. അതിനു മുമ്പ് ഒരു കാര്യം മാത്രം ഞാൻ പറയാം. അതെന്താ വെച്ചാൽ, അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടില് ഇത്രയും പറഞ്ഞപ്പോ എന്തുകൊണ്ട് ആളുകൾ അങ്ങനെ പോകുന്നു ചോദിച്ചാൽ 3 കാരണങ്ങളാണ്. ബാങ്ക് കൊടുക്കുമ്പോൾ ഞാൻ നിർത്തും. 3 കാരണങ്ങൾ. എന്തുകൊണ്ട് അള്ളാഹു അല്ലാത്തവരിലേക്ക് പോകുന്നു വെച്ചാൽ 3 കാരണം. എന്തുകൊണ്ട് ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനിയോട് ചോദിക്കുന്ന വെച്ചാൽ 3 കാരണങ്ങൾ. ഒന്ന്, റബ്ബിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണ്. രണ്ടാമത്തെ വാദം ശുപാർശ ചെയ്യാൻ വേണ്ടിയതാണ്. മൂന്നാമത്തെ വാദം ഓയി പറയും എന്നതിനാൽ എന്നാണ്. ഇത് 3ഉം പരമാബദ്ധമാണ്. അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനാണ് ഞങ്ങൾ തേടുന്നത്. ആരോട്? മഹാന്മാരോടൊന്നും. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച്, നമ്മളോട് പറയല് ഇടയിൽ വരെ നിർത്തിയിട്ട് അള്ളാന്റെ അടുത്തേക്കുള്ള വസീലേന്നാ. ശരിക്കും നിങ്ങള് നമ്മുടെ നാട്ടിലെ പാട്ടൊക്കെ പരിശോധിച്ച് നോക്കിയാൽ അള്ളാനെ ഇടയിൽ നിർത്തിയിട്ട് മഹാന്മാരിലേക്കാ പോകണം. അതേ നേരത്തെ സൂചിപ്പിച്ചു. എന്ത്? ദണ്ണം വഭാവാ സൂര്യം മറ്റുള്ള ദീനമടങ്കലും
ബദരിങ്ങളെ ബർക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബന. ദാഹമൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ. ശരിക്കും പറയണ്ട എങ്ങനെ? തുണയേകണേ യാ റബ്ബന, അങ്ങനെ പറയണ്ട്. പക്ഷെ ഇവിടെ ബദരിങ്ങളാൽ തുണ റബ്ബന. അപ്പൊ ബദരിങ്ങളെ തുണ കണ്ട റബ്ബയാണ്. അത് പലയിടത്തും കാണാം. മുത്താൽ പടച്ച ദുനിയാവിൽ നിൽക്കും നാൾ മൂപ്പര് മുഹിയുദ്ദീൻ കാവലിയിലേക്കല്ല. നമ്മളോട് എന്താ പറയല്? മുഹീദ്ദീൻ ഷെയ്ഖിലൂടെ അള്ളാഹുവിലേക്കാണ്. സത്യത്തിൽ ഇപ്പൊ സംഭവിച്ചതറിയോ? അള്ളാഹുവിലൂടെ മുഹീദ്ദീൻ ഷെയ്ഖിലേക്ക് നായിപ്പോയത്. ഷെയ്ഖിന്റെ കാവല് കൊണ്ട, അള്ളാഹുവെ നിന്റെ കാവല് കൊണ്ടാന്നല്ല പറയണത്. കൂട്ടരെ, നമ്മൾ പറയുന്നത് ഇതാണ് വിഷയം. ഇവിടെ പ്രശ്നം. നിങ്ങൾ പറയുന്നതിൽ അബദ്ധമുണ്ട്. നിങ്ങളെ ഇടയിൽ തിരികുന്നിടത്ത് അബദ്ധമുണ്ട്. ഇത് തിരികുന്നത് എന്തിനാ? ഇടയിൽ കൊണ്ടുവരുന്നത് എന്തിനാ? അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ. മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. അള്ളാഹുവിങ്കിലേക്ക് ഞങ്ങൾക്ക് കൂടുതൽ അടുപ്പമുണ്ടാക്കി തരാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ അവരെ ആരാധിക്കുന്നത്. അതായത് അവർ ഞങ്ങൾക്ക് എന്ത് വേണം? ശഫാത്ത് ചെയ്യണം. അള്ളാഹിന്റെ അടുത്ത് ഞങ്ങൾക്ക് ഒരു തഖർറുബ് ഉണ്ടാക്കി തരണം, ഒരു സ്ഥാനം ഉണ്ടാക്കി തരണം എന്നതൊക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ. അത് തന്നെയാണ് സൂറത്തു യൂനുസിൽ പറഞ്ഞ് അള്ളാഹിന്റെ അടുക്കൽ ഞങ്ങൾക്കുള്ള ശുപാർശക്കാരൻ. ഖബർ പൂജയുടെ മഹാന്മാരോട് തേടുന്നതിന്റെ കാരണം ഇതാണ്. എനിക്ക് വായിക്കാൻ നേരമില്ല. ഇമാം റാസിയുടെ തഫ്സീറൊക്കെ വിശാലമായി പറയണം. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് നൽകി ഈ മൊക്കിൽ നമുക്ക് പിന്നീട് ഇതിനില്ല. ഇതൊക്കെ ആരെങ്കിലും ഇതൊക്കെ നമ്മൾക്ക് വല്ല റദ്ദോ ഖണ്ഡനൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അപ്പം നമുക്ക് ഓരോന്നും വായിക്കാം. മൂന്നാമത്തെ പ്രശ്നം ഗൈബ് അറിയുമെന്നതിനല്ല. ഒരു പ്രിയമുള്ളവരെ, ഒരിക്കലും മഹാന്മാർക്ക് ഗൈബ് അറിയില്ല. അഹ്ലുസുന്നത്തിന്റെ വിശ്വാസതാണ്. ശേഷം ഇൻഷാ അല്ലാഹ് എന്റെ ബഹുമാന്യനെ ഉസ്താദ് അത് വിവരിക്കുമ്പോഴേ, ഒരിക്കലും അഹ്ലുസുന്ന പഠിപ്പിക്കുന്നത് ഗൈബ് അറിയില്ല, അറിയിച്ചു കൊടുത്താലേ അറിയുള്ളൂ എന്നാണ്. അറിയിച്ചു കൊടുത്താലേ അറിയുള്ളൂ. അള്ളാഹ് പറഞ്ഞതാണ്. എത്ര ആയത്തറിയോ? ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്. പറയുക നബി, അല്ലാഹു അല്ലാതെ ആകാശഭൂമികളിലുള്ളവരാരും തന്നെ ഗൈബ് അറിയില്ല. ഐ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി ശാഫിഈ മദ്ഹബിലെ തഫ്സീർ പറയാണ്, ലാ യഅലമു അഹദുൻ ഇല്ലല്ലാഹ്. അല്ലാഹു അല്ലാതെ ഒരാൾ ഗൈബ് അറിയില്ല. മഫാത്തിഹുൽ ഗൈബ് എന്നത് അല്ലാഹുവിന് മാത്രമേ അറിയുള്ളൂ. സൂറത്തു അൻആമിന്റെ 59ലും സൂറത്തു ലുഖ്മാന്റെ 34ാമത്തെ ആയത്തിലും കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മഫാത്തിഹുൽ ഗൈബി ഖംസുൻ. അദൃശ്യത്തിന്റെ ഖജനാവുകൾ അഞ്ചെണ്ണമാണ്. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ. അല്ലാഹുവിന് മാത്രമേ ഖിയാമത്ത് നാളെ എപ്പോഴാണെന്ന് അറിയൂ. വയുനസ്സിലുൽ ഗൈസ്, മഴയുടെ വിഷയം. അതുപോലെ വയഅലമു മാ ഫിൽ അർഹാം, ഗർഭപാത്രത്തിനകത്തുള്ളത്. വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ, നാളെ എന്താണ് പ്രവർത്തിക്കുക എന്നത് അല്ലാഹുവിനല്ലാതെ ഒരാൾക്കും അറിയില്ല. വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്, ഭൂമിയിൽ എവിടെ വെച്ചാണ് മരിക്കുക എന്നതും അല്ലാഹുവിനല്ലാതെ ഒരാൾക്കും അറിയില്ല. CM മടവൂർ അറിയില്ല, ഷെയ്ഖ് ജീലാനി അറിയില്ല, ഒരാളും അറിയില്ല, നബിമാര് പോലും അറിഞ്ഞിട്ടില്ല. അപ്പൊ ഒരു പ്രശ്നമുണ്ട്. ഈ അടുത്ത കാലത്ത് ഒരു ഉസ്താദ് പ്രസംഗിക്കാണ്, ഈ ഭൂമിയിൽ ഒരു ഇല പൊഴിയുന്നത് പോലും മടവൂര് അറിയാതെ അറിയൂല. അപ്പൊ ഞാൻ അതിന്റെ അടുത്തൊരു സ്ഥലത്ത് പ്രസംഗിച്ചപ്പോ ഞാൻ ചോദിച്ചു, ഉസ്താദേ, അപ്പൊ നമ്മള് AC ആഫ്റ്റർ ക്രൈസ്റ്റ് ബിഫോർ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ മാതിരി ക്രിസ്തുവിന് മുമ്പും ക്രിസ്തുവിന് ശേഷം എന്ന് പറഞ്ഞ മാതിരി ഒരു പ്രൊസീജിയർ ഉണ്ട്. എന്നതുപോലെ മടവൂരിന് മുമ്പും മടവൂരിന് ശേഷം. പ്രശ്നം എന്താ അറിയോ? മടവൂരിന് മുമ്പുള്ള ഇലകൾ കൊഴിഞ്ഞതൊക്കെ ആരറിയാ? ഷെയ്ഖിന് അറിയായിരുന്നോ? അതല്ല ശേഷമുള്ളത് മാത്രമാണോ മൂപ്പർക്ക് ഖാസായത്? അതല്ല മൊത്തത്തിൽ ആമാണോ? വലിയൊരു പ്രശ്നമാണത്. അതായത് പ്രശ്നം എന്താ? നിങ്ങൾ ഓരോ രാജ്യത്തും ഓരോ മശൈഖന്മാർ, ഷെയ്ഖ് ജീലാനി ഇറാഖിൽ, അല്ലെങ്കിൽ റിഫായി ഷെയ്ഖ്, പല മഹാന്മാരും പല രാജ്യത്തുണ്ട്. ഈജിപ്തിൽ റാബിയത്തിൽ അതവിയ. എങ്ങനെ നോക്കിയാലും കേരളത്തിൽ ഒരാളെ കാണാല്ല. അപ്പൊ തോന്നി മൂപ്പരെ പൊക്കിട്ട് കൊണ്ടുപോക്കാൻ. അങ്ങനെ കൊണ്ടുപോയി വെച്ചത് എവിടെ? ആകാശത്തിന്റെ മേലെ. അവസാനം മുദബ്ബിറുൽ ആലം വരെ ആക്കി. അപ്പൊ ചില ഉസ്താദന്മാർക്ക് മനസ്സിലായി, ഇങ്ങനെ പോയാൽ നമ്മളെ അഡ്രസ് ഇല്ലാതാവും. ശരിയാണ്. ഖുർആനിന്റെ നസ്സുകൾക്കെതിരെ പച്ച കുഫറാണ് അവരാ പറഞ്ഞത്. പച്ച കുഫർ. CM മടവൂര് ഒരു ഇല പോലും കൊഴിയണത് അറിയില്ല എന്ന് പറഞ്ഞ ചെങ്ങന്മാരങ്ങൾ ആലോചിച്ച് നോക്കി. ആർക്കത് വിശ്വസിക്കാൻ പറ്റുക? അള്ളാന്റെ റസൂലിന് പോലും ഇല്ലാത്തൊരു പ്രത്യേകത CM മടവൂരിന് വകവെച്ചു കൊടുത്തു. വളരെ ഗൗരവമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹി തആല ഞാൻ അവസാനിപ്പിക്കാണ്. ബാക്കി അള്ളാഹു തൗഫീഖ് ചെയ്ത് നമുക്ക് പിന്നീട് വിശദീകരിക്കാം. എൻ്റെ ബഹുമാന്യനായ ഉസ്താദ് ബഷീർ സലഫി വഫഖഹുല്ലാഹ്
ഇൻഷാ അല്ലാഹ് അഹ്ലുസ് സുന്ന യഥാർത്ഥ ആദർശം എന്ന പേരിൽ ബാങ്കിന് ശേഷം നിങ്ങളോട് സംസാരിക്കുന്നവർക്ക് എല്ലാവരും ഇൻഷാ അല്ലാഹ് ശ്രദ്ധിച്ച് കേൾക്കുക, വിഷയങ്ങൾ പഠിക്കുക, മുഴുവൻ ഇരുന്ന് കേൾക്കുക, എഴുതി കുറിച്ചെടുക്കുക, അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുക, എന്നിട്ട് കേൾക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിന മുഹമ്മദ് സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും.